നൽകിയിരിക്കുന്ന ഒരു വിഷയം നമ്മുടെ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ കൂട്ടായ്മയുടെ മൂന്ന് പൈതൃകങ്ങളായ മോചനം, ഐക്യം, സേവനം, റിക്കവറി, യൂണിറ്റി ആൻഡ് സർവീസ്. അത് സ്ലൈഡ് ഉണ്ടാക്കി വരുന്ന ഒരു ഓർഡർ മാറ്റിയിട്ടാണ് ഇട്ടാണത്. ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കില്ല. ആദ്യം വരണത് തീർച്ചയായിട്ടും മോചനം തന്നെയാണ്, റിക്കവറി, ദെൻ യൂണിറ്റി, അത് സർവീസ്. മൂന്ന് പൈതൃകങ്ങൾ. അപ്പോ ഞാനെന്ത് ഉദ്ദേശിക്കുന്നത്, അറിയാം, മോചനത്തിനായി 12 പടികൾ, ഐക്യത്തിൽ 12 പാരമ്പര്യങ്ങൾ, ലോക സേവനത്തിനായി 12 ആശയങ്ങൾ, സർവീസിനായിട്ട്. അതിലേക്ക് ഡീറ്റെയിൽഡ് ആയിട്ടല്ല ഞാൻ പോണത്. അത് അങ്ങനെ പറ്റൂല. നമ്മളിപ്പോൾ ഒരു 3/4 മണിക്കൂർ 1 മണിക്കൂർ സമയം കൊണ്ടോ അത്രയും ഒരു ഓരോന്നോരോന്നെടുത്ത് ചെയ്തു വരേണ്ടതാണ്. നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അത് പലരും ഇതിൽ അവതരിപ്പിച്ചിട്ടുമുണ്ട്, ബുക്ക് സ്റ്റഡി ആയിട്ടും പടികളായിട്ടും പാരമ്പര്യങ്ങളായിട്ടും. അപ്പോൾ നല്ല രീതിയിൽ തന്നെ പലരും ഇതിന് മുൻപ് തന്നെ ആ വിഷയങ്ങളൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ സ്റ്റഡി ആയിട്ടൊക്കെ വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഇതിന് കോമൺ ആയിട്ട് നമ്മൾ ഈ പറഞ്ഞ 3 പൈതൃകങ്ങളെ അതിനെക്കുറിച്ച് പൊതുവായിട്ട് പറയാനാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതിന്റെ ഡെപ്തിലേക്ക് നമുക്ക് അത്രയ്ക്ക് പോകാനായിട്ട് സമയവും അനുവദിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഇന്നത്തെ നമുക്കറിയാം, ഈ പറഞ്ഞ 3 മോചനം, ഐക്യം, സേവനം, നമ്മുടെ 3 ജിഫുകൾ, ഇത് ഇന്നത്തെ പ്രതിദിനമായി മനനമായിട്ട് DR ഡെയിലി റിഫ്ലക്ഷനിലുള്ള ഇന്നത്തെ സെപ്റ്റംബർ 30 പ്രതിദിന മനനങ്ങളായിട്ട് കണക്ട് ചെയ്തിട്ടാണ് ഞാനിത് സംസാരിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇത് പ്രതിദിന മനനങ്ങൾ പറയുന്നുണ്ട്, വൃത്തവും ത്രികോണവും എന്നാണ് അതിൽ കൊടുത്തിട്ടുള്ളത്. വൃത്തവും ത്രികോണവും. അപ്പൊ അതിൽ പറയുന്നത്, വൃത്തം മുഴുവൻ എ ലോകത്തിനു വേണ്ടി നിലകൊള്ളുന്നു. ത്രികോണം എയുടെ 3 പൈതൃകങ്ങളായ സുഖപ്രാപ്തി, ഐക്യം, സേവനം എന്നിവയ്ക്ക് വേണ്ടി നിലകൊള്ളുന്നു. അപ്പൊ അതിനു മുമ്പ് എൻ്റെ ഒരു കാര്യം പറയട്ടെ. ഇപ്പോ നമ്മള് വൃത്തം, ത്രികോണം ഇത് പലപ്പോഴും കാണില്ല. നമ്മള് വയ്ക്കുന്നതിലൊന്നും കാണില്ല. ഇത് പലരും ഉപയോഗിക്കുന്നുണ്ട്. പല സംഘടനകളോ അല്ലെങ്കിൽ മുമ്പ് തന്നെ ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. ഞാൻ 20ാമത്തെ നമ്മുടെ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ 20th ആനിവേഴ്സറി സെന്റ് ലൂയിസിൽ വെച്ച് നടന്ന 20th ആനിവേഴ്സറിയിലാണ് ഈ പറഞ്ഞ വൃത്തവും ത്രികോണവും എന്നാണിത് വരണത്, എടുക്കണത് ആ ആനിവേഴ്സറി സെലിബ്രേഷൻ. അതിനു മുമ്പും ഇത് ഉണ്ടായിരുന്നു. ഈ വൃത്തവും ത്രികോണവും ഉപയോഗിച്ചിരുന്നു. പുരോഹിതന്മാരും അല്ലെങ്കിൽ പ്രവാചകര്, അവരൊക്കെ പഴയ കാലത്തത്, പുരാതന കാലത്ത് പൈശാചിക ശക്തികളുടെ, അല്ലെങ്കിൽ ആസുരിക ശക്തികളുടെ അതിൽ നിന്നുള്ള ഒരു മോചനത്തിന്റെ രീതിയായിട്ടൊക്കെ ഉപയോഗിച്ചതായിട്ട് ഇതിൽ പറയുന്നുണ്ട്. നമ്മളുടെ കംസ് ഓഫ് ഏജ് എന്നുള്ള പുസ്തകത്തിൽ നിന്നാണ് ഇന്നത്തെ DR എടുത്തിട്ടുള്ളത്. അതിൽ തന്നെ പറയുന്നുണ്ട്, ദ പ്രീറ്റ്സ് ആൻഡ് സീൽസ് of antiquity regarded the circle enclosing the triangle as a means of warding off spirits of evil എന്ന് പറയുന്നുണ്ട്. അത് പഴയ കാലത്ത് ഉപയോഗിച്ചിട്ടുള്ളതാണ്. പക്ഷെ AAയിൽ എങ്ങനെയാണെങ്കിൽ ഇത് എടുക്കുന്നത് ബേസ് മോചനം എന്നുള്ള രീതിയിൽ, പിന്നെ 2 വശങ്ങളും ഈക്വൽ ആണ്. ഈ 3 വശങ്ങളും ഐക്യവും സേവനവും ഈക്വൽ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ സർക്കിൾ എന്നത് ആദ്യമായിട്ട് അവർ പറയുന്നത് ഈ ലോകത്തിന്, ലോകത്തിന് വേണ്ടി നിലകൊള്ളുന്നു എന്നതാണ്, ഹോൾ വേൾഡ്. ത്രികോണത്തിന്റെ ഓരോ വശങ്ങളും ഈ 3 പൈതൃകങ്ങൾക്കായിട്ട് ബേസ് റിക്കവറിയിൽ തുടങ്ങി. അതെങ്ങനെയാണെന്ന് വെച്ചാൽ മോചനത്തിലൂടെ ഐക്യപ്പെട്ട് സേവനത്തിലേക്ക്, ഇങ്ങനെയാണത് പറയുന്നത്. മോചനത്തിലൂടെ ഐക്യപ്പെട്ട് സേവനത്തിലേക്ക്. മോചനം ശരിയാവാതെ സേവനത്തിലേക്ക് പോകുമ്പോഴാണ് ഐക്യത്തിന് ഭംഗം വരുന്നത്, അല്ലെങ്കിൽ ഐക്യത്തിന് തകർച്ച വരണം. അങ്ങനെയാണ് ഞാൻ മുൻകാലത്തും കേട്ടിട്ടുണ്ട്, നമ്മുടെ മുൻഗാമികളെ പറയുന്നത്. മോചനം ശരിയാവാത്തവൻ സേവനത്തിലേക്ക് കിടക്കുമ്പോഴാണ് ഐക്യത്തിന് ഭംഗം വരുന്നത്. എന്തുകൊണ്ടാ വെച്ചാൽ നമ്മുടെ വൈകല്യങ്ങൾ അവിടെ നിലനിൽക്കുന്നു. കുപ്പികൾ വെറും പ്രതിരൂപങ്ങളാണ്.
അപ്പൊ പ്രശ്നം നമ്മളിലുള്ള പല പല ഇതിലിപ്പോ നമ്മളെ ആ പഴയ കാലത്ത് പൈശാചിക ശക്തികൾ എന്നാണ് അവർ ഉപയോഗിച്ചതെന്ന് വെച്ചാൽ നമ്മൾ പറയുന്നത് നമ്മുടെ വൈകല്യങ്ങൾ എന്നൊക്കെയാണ്, അല്ലെങ്കിൽ കുറവുകൾ എന്ന രീതിയിൽ നമ്മളിൽ തന്നെയുള്ള. അപ്പൊ അത് ശരിയാക്കി എടുക്കലാണ് വാസ്തവത്തിൽ 12 പടികളിലൂടെയുള്ള മോചനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വേറൊരു രീതി കൂടി ഇതിൽ പറയുന്നുണ്ട്. വൃത്തം ഞാൻ തന്നെ എന്നുള്ളൊരു വാക്ക് ഉപയോഗിക്കുന്നുണ്ട് ഈ പറഞ്ഞ ഋതുവിന്റെ മന്നങ്ങളിൽ ലാസ്റ്റ് വരുമ്പോ. ഈ ഞാൻ തന്നെയാണ് വൃത്തം. ത്രികോണത്തിന്റെ വശങ്ങളോ വ്യക്തിത്വത്തിലെ 3 തലങ്ങളെ, എന്റെ വ്യക്തിത്വത്തിലെ 3 തലങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നു അല്ലെങ്കിൽ പ്രതിനിധീകരിക്കുന്നു. അതേതൊക്കെയാ? ശാരീരികം, വൈകാരികം, ആത്മീയം, അല്ലെങ്കിൽ ശാരീരികം, മാനസികം, ആത്മീയം, ഈ 3 തലങ്ങളെ അങ്ങനെയും ഇതിൽ കാണിച്ചിട്ടുണ്ട്. അപ്പൊ വൃത്തം ഞാൻ തന്നെ എന്നുള്ള ഇതിൽ പറയുമ്പോൾ ആദ്യം നമ്മൾ ഹോൾ വേൾഡ് എന്ന് പറഞ്ഞു, ഇപ്പോ അത് ഞാൻ തന്നെ എന്നുള്ള അർത്ഥത്തിലും പറയുന്നുണ്ട്. അത് മൂന്നാമത്തെ പടി നമ്മുടെ 12 and 12 നമ്മുടെ ഈ എയുടെ ബിഗ് ബുക്കിൽ എവിടെയും നമ്മുടെ പ്രശാന്ത പ്രാർത്ഥന കാണില്ല. നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, പ്രശാന്ത പ്രാർത്ഥന ബിഗ് ബുക്കിൽ എവിടെയും കാണില്ല. ആദ്യമായിട്ട് അത് പറയുന്നത് 12 and 12 പ്രശാന്ത പ്രാർത്ഥന. നമ്മൾ മാറ്റുവാൻ പറ്റാത്ത ചിലരുണ്ടല്ലോ. അത് മൂന്നാമത്തെ പടീനെ പറ്റി പറയുന്നിടത്ത് അതിന്റെ അവസാന ഭാഗത്ത് പ്രാർത്ഥിച്ചിട്ട് എനിക്ക് നൽകണമേ എന്നാണല്ലോ, നമ്മളെ എനിക്ക് നൽകണമേ എന്നുള്ളതാണ്. പിന്നെ അത് 12 പടികളുടെ 12ാമത്തെ പടി കഴിഞ്ഞ് അവസാനത്തേക്ക് വരുമ്പോൾ ഞങ്ങൾക്ക് നൽകണമേ എന്നാണ്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്കറിയാം നമ്മൾ ഒറ്റയ്ക്കുള്ളപ്പോൾ ഈ വേഗവും എനിക്ക് നൽകണമെന്നുള്ളത് അത് പിന്നീട് അത് കൂട്ടായി നിന്നപ്പോൾ അത് എനിക്ക് നൽകണമേ. അപ്പൊ എനിക്ക് നൽകണമെന്നുള്ളത് ഞങ്ങൾക്ക് എന്നുള്ള ഇതിലേക്ക് വരുന്നു, ഞങ്ങൾക്ക് നൽകണമേ. അപ്പൊ ഞാൻ എൻ്റെ എന്നുള്ള ഇതിൽ നിന്ന് ഞങ്ങൾ എന്ന രീതിയിലേക്ക് അത് കൺവെർട്ട് ചെയ്യപ്പെടുന്നു. അല്ലെങ്കിൽ എൻ്റെ സ്വാർത്ഥതയിൽ നിന്നുള്ള മോചനം, സ്വാർത്ഥതയിൽ നിന്നുള്ള മോചനം. ഇതാണല്ലോ ഏറ്റവും പ്രശ്നം, ബേസിക് ആയിട്ടുള്ള പ്രശ്നം, സ്വാർത്ഥത. മൂലകാരണം, ഞങ്ങളുടെ പ്രശ്നങ്ങളുടെ മൂലകാരണം സ്വാർത്ഥതയാണ്. അതിൽ നിന്ന് മോചനം ലഭിച്ചേ പറ്റൂ, അതല്ലെങ്കിൽ നമ്മളെ നശിപ്പിക്കും. ഇതാണ് വളരെ ശക്തമായ രീതിയിൽ ആ 3ാം പടിയെ പറ്റി പറഞ്ഞുകൊടുത്ത് വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. സ്വാർത്ഥതയിൽ നിന്ന് നമുക്ക് മോചനം ലഭിച്ചേ പറ്റൂ, അതല്ലെങ്കിൽ നമ്മളെ നശിപ്പിക്കും എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഞാൻ എന്നതിൽ നിന്നും ഞങ്ങളിലേക്കുള്ള കൺവേർഷൻ. ഇപ്പോഴത്തെ ചിഹ്നം അല്ലെങ്കിൽ എംബളം നമ്മൾ ഉപയോഗിക്കുന്നത് ആ രീതിയിലാണത്. നമ്മളൊക്കെ കൂടി ഒന്നിച്ച് നിൽക്കണ ഫെലോഷിപ്പിലുള്ളവര് സ്ത്രീകളും പുരുഷന്മാരൊക്കെ ഒന്നിച്ച് നിൽക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അത് ഇപ്പൊ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് അതാണ്. ക്രിസ്തവ നിർഗോണവും അത് പല പ്രശ്നങ്ങൾ കൊണ്ടാണ്, നിയമപരമായിട്ടുള്ള പ്രശ്നവും സാങ്കേതികമായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ടൊക്കെയാണ് അത്. ഇപ്പോൾ നമ്മളത് ഉപയോഗിക്കുന്നില്ല ഈ ക്രിസ്തവ നിർഗോണവും. പണ്ടതായിരുന്നു ഈ 20th ആനിവേഴ്സറി തൊട്ട് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ഈ അത്ഭുതകരമായ നമ്മുടെ പുതിയ ലോകത്തിൽ നമ്മുടെ ഭ്രമത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നാം കണ്ടു. എയുടെ ലോകം ഞാൻ ഇപ്പൊ അതിൽ കയറിയപ്പോ നമ്മുടെ സുഹൃത്ത് പറയണത് കേട്ടു, ഭയപ്പാടുണ്ട്, ഭയത്തിൽ നിന്ന്, അതുകൊണ്ട് ഞാൻ വീണ്ടും വീണ്ടും ഇതിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്നു. തീർച്ചയായും അപ്പൊ ഞാൻ ആലോചിച്ചു, എന്റെയൊക്കെ തുടക്കകാലത്ത് അങ്ങനെ തന്നെയാണ്. വല്ലാത്ത ഭയം കൊണ്ട് കൂട്ടി നടക്കുകയായിരുന്നു. പല അകാരണമായ ഭീതികൾ. മദ്യപിക്കാതിരിക്കാനും പറ്റില്ല, മദ്യപിച്ചിട്ട് ജീവിക്കാനും പറ്റില്ല, ചെകുത്താനും കടലിന്റെ ഇടയ്ക്കുള്ള ഒരു വല്ലാത്ത അവസ്ഥയെ കൂടെ കടന്നു പോകുമ്പോൾ അവിടെ കിട്ടിയ ഒരു കച്ചിത്തുമ്പാണ് തീർച്ചയായിട്ടും നമ്മുടെ കൂട്ടായ്മ ആൽക്കഹോളിക്സ് അനോണിമസ് എന്നുള്ള ഒരു പ്രതീക്ഷ കിട്ടുന്നത്. ചെറിയ രീതിയിലെങ്കിലും തുടക്കത്തിലാണെങ്കിലും നമുക്ക് ആ പ്രതീക്ഷ കിട്ടിയത് ഈ കൂട്ടായ്മയിൽ നിന്നാണ്. അത് തന്നെയാണ് വീണ്ടും വീണ്ടും ഈ കൂട്ടായ്മയിലേക്ക് വരാൻ. മറ്റെവിടെയും കിട്ടാത്ത ഒന്ന്, മറ്റെവിടെയും കേൾക്കാത്തത് ഈ കൂട്ടായ്മയിൽ ഞാൻ കേൾക്കുന്നു. എൻ്റെ തന്നെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ എൻ്റെ തന്നെ ഭാഷ മറ്റ് വ്യക്തികൾ മുന്നേ കടന്നുപോയവർ സംസാരിക്കുന്നു. പല സ്ഥലങ്ങളിലും പോയിട്ടുണ്ടല്ലോ, ഡോക്ടർമാരുടെ അടുത്ത് പോയിട്ടുണ്ട്, ധ്യാന കേന്ദ്രങ്ങളിൽ പോയിട്ടുണ്ട്. പക്ഷെ അവിടെയൊന്നും കേൾക്കാത്ത ഒരു രീതിയിലുള്ള സമീപനവും അപ്രോച്ച് കൂട്ടായ്മയിൽ കിട്ടി. അതുകൊണ്ടാണല്ലോ ഇത്ര വർഷമായിട്ട്, ഇപ്പൊ ഞാൻ 17 വർഷമായിട്ട് ഇത് മാറി നിൽക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ കൂട്ടായ്മയുടെ ശക്തി തന്നെയാണ്. ഈ ശക്തിയാണ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നത്. ശക്തിയില്ലായ്മയാണ് നമ്മുടെ പ്രശ്നം. അതിൽ പറയാ നമ്മുടെ ബിഗ് ബുക്കിൽ പറയുന്നതാണ് പവർലെസ്നെസ് ഈസ് ഡലൈമ.
ശക്തിഹീനതയാണ് എൻ്റെ പ്രശ്നം. മദ്യത്തിന് മുന്നിൽ മാത്രമല്ല ഞാൻ ശക്തിഹീനനാണ്. മറ്റ് പല കാര്യങ്ങളിലും ഞാൻ ശക്തിഹീനനാണ്. അനിയന്ത്രിതമായ ജീവിതത്തെ എനിക്ക് നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. ഇതാണ് പടികളിലൂടെ സംഭവിക്കേണ്ടത്, അല്ലെങ്കിൽ സംഭവിക്കുന്നത്. അനിയന്ത്രിതമായ ജീവിതം, ഫസ്റ്റ് സ്റ്റെപ്പിന്റെ സെക്കൻഡ് പാർട്ടിൽ പറഞ്ഞ അനിയന്ത്രിതമായ ജീവിതത്തെ എനിക്ക് നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. അതിന് പലതും എന്നിൽ നിന്നും മാറ്റി അല്ലെങ്കിൽ പറിച്ചു മാറ്റപ്പെടേണ്ടതുണ്ട്. മറ്റേ ആരിലും അല്ല മാറ്റം വരേണ്ടത്. എൻ്റെ ഭാര്യയിലോ എൻ്റെ കുടുംബത്തോ എൻ്റെ തൊഴിൽ സ്ഥലത്തോ സമൂഹത്തിലോ അല്ല. അങ്ങനെയായിരുന്നു ഞാൻ കരുതിയിരുന്നത്. അതുകൊണ്ടാണ് ഞാൻ കുടിക്കുന്നത് എന്നാണ് ഞാൻ ധരിച്ചു വെച്ചിരുന്നത്. പുറമേ കാണുന്ന അല്ലെങ്കിൽ പുറമേയുള്ള പ്രശ്നങ്ങളും ഇതിന്റെ അലോസരങ്ങളും അലട്ടലുകളും അപമാനങ്ങളും രീതികളും ഇതൊക്കെ കാരണമാണ് ഞാൻ കുടിച്ചുകൊണ്ടിരുന്നതാണെന്ന് വിചാരിച്ചത്. പക്ഷെ പ്രശ്നം എന്നിൽ തന്നെയാണ്. ഞാൻ മാറിയാലേ, അല്ലെങ്കിൽ ഞാൻ മാറ്റാനായിട്ട് എന്നെ തന്നെ മാറ്റാനായിട്ട് ശ്രമിക്കുമ്പോൾ മാത്രമേ എൻ്റെ മോചനം ആരംഭിക്കുന്നുള്ളൂ. അതാണ് ആദ്യത്തെ വഴിയിൽ സമ്മതിക്കണത്. മദ്യത്തിന് മുന്നിൽ ശക്തിയിലാണ് ജീവിതം അനിയന്ത്രിക്കുക. അപ്പൊ ജീവിതത്തെ എനിക്ക് നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവരുന്നത്. ബാലൻസ്ഡ് സ്റ്റേറ്റ് ഓഫ് മൈൻഡ്, മനസ്സിന്റെ സമനില ഇതിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. ഒന്നുമില്ലെങ്കിൽ നമ്മൾ മൂക്കറ്റം, എന്ത് പ്രശ്നം ആയിക്കോട്ടെ, വിദ്വേഷം ആയിക്കോട്ടെ, നീരസം അല്ലെങ്കിൽ കോപം, മദ്യപാനത്തിന്റെ പോലെ തന്നെ ഇതൊക്കെ ഒന്നുമില്ലെങ്കിൽ ഒരു അറ്റത്തേക്ക് പോകും, അതല്ലെങ്കിൽ സീറോ. ഈ രീതിയിലാണ് നമ്മളുടെ ഗ്രാഫ് നിലനിന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ഒരു ബാലൻസ്ഡ് സ്റ്റേറ്റിലേക്ക് നമുക്ക് പറ്റുന്നില്ല. മിഡ് പാത്ത് എന്ന് പറയില്ല, അതാണ് പറ്റുന്നില്ല. ഇവിടെയാണ് നമ്മൾ ആ നിയന്ത്രണാവസ്ഥയിലേക്ക് കൊണ്ടുവരേണ്ടതിന്റെ പ്രാധാന്യം പറയുന്നത്. അതിനാണ് നമ്മളെ 12 പടികൾ സഹായിക്കുന്നത്. ഓരോ പടികളിൽ കൂടെ മുന്നോട്ട് പോകുമ്പോഴും നമുക്ക് കിട്ടണ ആശ്വാസം എന്ന് പറയുന്നത് അത് അനിർവചനീയമായിട്ടുള്ള, അത് ചെയ്ത് പോകുമ്പോൾ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതിപ്പോ മുഴുവനാട് പറഞ്ഞ് പ്രതിഫലിപ്പിക്കാനോ മറ്റോ പറ്റില്ല. ഇത് നമ്മൾ അനുഭവിക്കേണ്ടത് തന്നെയാണ്. പ്രത്യേകിച്ച് നമ്മൾ ഈ 4th സ്റ്റെപ്പ് തൊട്ട് 9th സ്റ്റെപ്പ്, ഈ 4 തൊട്ട് 9 വരെയുള്ള പടികള് ഇത് റിപ്പീറ്റ് ചെയ്യേണ്ടതാണ്. നമ്മൾ 2 and 4 ഇങ്ങനെ 10th സ്റ്റെപ്പ് എന്ന് പറയുന്നത് അതാണ് ശരിക്കും വാസ്തവത്തില്. 4 to 9 ഇത് വീണ്ടും വീണ്ടും നമ്മൾ ഓരോ ദിവസവും നമ്മൾ ഇൻവെന്ററി എടുക്കുമ്പോഴും നമ്മൾ നോക്കും. രാത്രി പ്രാർത്ഥനയിലൊക്കെ അതാണല്ലോ പറയണത്. വിദ്വേഷമോ അല്ലെങ്കിൽ തൻകാര്യനിഷ്ഠം, അങ്ങനെ പലതും നമ്മളെ തന്നെ നമ്മൾ പരിശോധിക്കുകയാണ്. ഇതിലൂടെ ഒരു ശുദ്ധീകരണം അല്ലെങ്കിൽ ഒരു അരിച്ചെടുക്കൽ നമ്മളെ തന്നെ, അതാണ് ബേസും. ഈ പറഞ്ഞ ത്രികോണത്തിന്റെ ബ്രേസ് ഈ പറഞ്ഞ മോചന പ്രക്രിയയാണ്. ഇതുപോലെ പലരും അല്ലെങ്കിൽ വിട്ടുകളയുന്ന സംഗതിയാണ് നമ്മുടെ ഈ മെഡിറ്റേഷൻ അല്ലെങ്കിൽ പ്രാർത്ഥന എന്ന് പറയുന്നത്. 11 സ്റ്റെപ്പ് മെഡിറ്റേഷനും പ്രാർത്ഥന ധ്യാനം, ഇതിനെന്തുകൊണ്ടോ ചിലപ്പോൾ പലരും പ്രാധാന്യം കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ അത് എനിക്ക് പറ്റുന്നില്ല എന്നുള്ളൊരു തോന്നലിൽ നിന്നൊക്കെയാണ് ഇത് സംഭവിക്കുന്നത്. എനിക്കും പറ്റിയിട്ടുണ്ട്. ഞാനും തുടക്കത്തിലൊക്കെ ഈ പറഞ്ഞ മാതിരി തുടങ്ങി വെക്കും, ചിലപ്പോൾ ഒരാഴ്ചയായിരിക്കും, പിന്നെ ബ്രേക്ക് വരും, ചിലപ്പോൾ മാസങ്ങൾ കഴിഞ്ഞിട്ടാവും. ശരിയാവണമെന്നില്ല തോന്നലുണ്ടെങ്കിലും വീണ്ടും വീണ്ടും ശ്രമിച്ചുകൊണ്ടിരിക്കണം. ധ്യാനത്തിന്റെ കാര്യത്തിലൊക്കെ അതാണ്. പ്രാർത്ഥന പിന്നെ നമുക്ക് തന്നെ നമ്മുടെ ഈ പറഞ്ഞ ബിഗ് ബുക്കിലുണ്ട്, മറ്റു പല പ്രാർത്ഥനകളൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ ധ്യാനത്തിനിരിക്കുമ്പോൾ പലരും പറഞ്ഞിട്ടുണ്ട്, എൻ്റെ അടുത്തും പറഞ്ഞിട്ട്, അല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തർ ഷെയർ ചെയ്യുമ്പോഴൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇത് ശരിയാവുന്നില്ല. പക്ഷെ അത് നമ്മളിപ്പോ ഒരു പടികൾ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഒരു സ്പോൺസറുടെ സഹായത്തോടു കൂടിയാണല്ലോ ചെയ്യുക. അപ്പൊ അദ്ദേഹത്തിന്റെ ആ ഒരു നിർദ്ദേശവും ഇതൊക്കെ അനുസരിച്ച് നമ്മൾ മനസ്സിലാക്കുന്ന രീതിയിൽ നമുക്ക് കംഫർട്ടായ രീതിയിൽ അത് ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. എന്തു കാര്യം അങ്ങനെയാണല്ലോ, നമ്മൾ ശ്രമിച്ച് ഒറ്റയടിക്ക് തന്നെ ശരിയാവില്ല. നമ്മൾ ചെറുപ്പത്തിൽ സൈക്കിൾ ചവിട്ട് പഠിക്കുന്നുണ്ട്, പലവട്ടം വീണിട്ടും കയറിയിട്ടൊക്കെയാണ്. നീന്തൽ പഠിക്കുന്നുണ്ട്, ഒറ്റയടിക്കല്ലാതെ സംഭവിക്കുന്നത്. ഇത് തന്നെയാണ് കുടിയുടെ കാര്യത്തിലും സംഭവിച്ചിട്ടുള്ളത്. എന്നെ സംബന്ധിച്ചൊക്കെ പ്രത്യേകിച്ച് പലവരും ശ്രമിച്ചിട്ട് ആണ് അവസാനം ഇത് ഉള്ളില് പറയണത്, എനിക്കിത് പറ്റില്ല, ഞാനിത് ശക്തിഹീനനാണ്, എനിക്കിത് മാറി നിന്നേ പറ്റൂ. മരണം അല്ലെങ്കിൽ ഭ്രാന്തമായ അവസ്ഥ, ഇതിലേക്ക് ഈ 2 വഴിയേ ഉള്ളൂ, വേറൊരു മാർഗമില്ല. അല്ലാതെ മദ്യത്തിനോട് വെറുപ്പോ ഇഷ്ടക്കേട് കൊണ്ടോ നിർത്തിയതല്ല, പറ്റില്ല. ഇത് വെച്ച് ഇനി മദ്യപിച്ച് മുന്നോട്ട് പോകാനായിട്ട് എനിക്ക് പറ്റില്ല. ഈ പരാജയം സംഭവിക്കലാണ്, എന്നാലേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ.
ഞാനൊക്കെ ഇവിടെ മക്കളോടൊക്കെ പറയുമ്പോ പറയും, ഈ ശ്രമത്തിനെ പറ്റി പറയുമ്പോഴേ ഇത് അതിന്റെ ബേസാണ്. നമ്മുടെ ആഗ്രഹം ഉണ്ടാവണം തീർച്ചയായിട്ടും. എയുടെ നമ്മുടെ പറയുന്നുണ്ട്, മൂന്നാമത്തെ പാരമ്പര്യത്തിൽ പറയുന്നുണ്ട്, മദ്യപാനം നിർത്തണം എന്ന ആഗ്രഹം മാത്രമാണ് എയിൽ ചേരാനുള്ള ഒരു യോഗ്യതയാണ്. അത് ആഗ്രഹമാണ്, ആഗ്രഹം. പിന്നെ നമ്മൾ ആ ശ്രമം തുടർന്നുകൊണ്ടിരിക്കും. ഒറ്റ ഇതിൽ നമുക്ക് ശ്രമത്തിൽ വിജയിച്ചില്ലെങ്കിലും പലവരും പക്ഷെ ഇത് സംഭവിച്ചിരിക്കും, ആഗ്രഹത്തിന്റെ ഒപ്പം ശ്രമം കൂടി ഉണ്ടെങ്കിൽ. അപ്പൊ ഞാൻ പറഞ്ഞത് നേരത്തെ മക്കളോട് ഞാൻ പറഞ്ഞ പോലെ ഒരു ഉദാഹരണം എപ്പോഴും ഞാൻ പറയാറുണ്ട്. ഈ എവറസ്റ്റിന്റെ മുകളിൽ എത്തിയിട്ടുള്ള ടെൻസിങ്, നമുക്കറിയാം ടെൻസിങ്ങും ഹിലാരിയൊക്കെ 26 പ്രാവശ്യം ശ്രമിച്ചിട്ടും കഴിഞ്ഞില്ല. അവർ ആ പരാജയപ്പെട്ടു എന്നുള്ള വാക്ക് അവിടെ ഉപയോഗിക്കുന്നില്ല. അതാണ് ശ്രദ്ധിക്കേണ്ടത്. പരാജയം എന്നുള്ള വാക്കില്ല അതിൽ. ശ്രമിച്ചു. 27ാമത്തെ പ്രാവശ്യമാണ് ആ കൊടുമുടിയുടെ മുകളിൽ എത്തണത്, വർഷങ്ങൾക്ക് മുമ്പ്. നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ പഠിച്ചിട്ടുണ്ട് ടെൻസിങ് ഹിലാരി എന്ന് പറഞ്ഞിട്ട്. 27ാമത്തെ പ്രാവശ്യം. അപ്പൊ 26 പ്രാവശ്യവും അവർ ശ്രമിച്ചിട്ടും നടന്നില്ല. പക്ഷെ വീണ്ടും അവര് ശ്രമിക്കുന്നു. പരാജയം എന്നോ കീഴടക്കലോ എന്നുള്ള വാക്ക് അവരത് പറയാറില്ല. ഇത് തന്നെയാണ്, നമ്മൾ ശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇത് സംഭവിക്കുന്നു. ഈ മെഡിറ്റേഷന്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. ഞാൻ പറഞ്ഞില്ലേ, തുടക്കകാലത്തൊന്നും ശരിയായില്ല. പക്ഷെ ഇപ്പോ വർഷങ്ങളായിട്ട് അതൊരു ദിനചര്യ പോലെയായി മാറി. അത് നമ്മൾ ചെയ്യാതിരിക്കുമ്പോഴാണ്, 1-2 ദിവസം ചെയ്യാതിരിക്കുമ്പോഴൊക്കെയാണ് അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത്. അത് ദിനചര്യയായി മാറി. അത് അങ്ങനെ ശരിയായി വരികയാണ് ചെയ്യണം. 10 ദിവസം കൊണ്ട് ശരിയായി നമുക്ക് കിട്ടുന്നതല്ല. അതിപ്പോ ഈ ഇപ്പൊ നേരത്തെ പറഞ്ഞ നമ്മുടെ മദ്യത്തിന്റെ കാര്യത്തിൽ പറഞ്ഞു, മറ്റു ഓരോ കാര്യങ്ങളും അങ്ങനെയാണ്. ശ്രമം വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. അതിൽ പിൻവാങ്ങാതിരിക്കുക എന്നുള്ളതാണ്. പിന്നോട്ട് പോവാതെ നമ്മൾ മുന്നോട്ട് തന്നെ, പുരോഗതിയാണല്ലോ നമ്മൾ ഒരു ദൈനംദിന പുരോഗതി, അതിലേക്കാണ് ശ്രദ്ധ വെക്കേണ്ടത്. ദൈനംദിന പുരോഗതി എല്ലാ ദിവസവും ഒരുപോലെ അല്ല നമ്മൾക്ക് വരിക. ചില ദിവസം നല്ല രീതിയിൽ തോന്നും, ചില ദിവസം നമുക്കൊരു ഡള്ളായിട്ട് തോന്നും. പക്ഷെ ഇതിനൊക്കെ മറികടന്നു പോവാനായിട്ട്, ഫൈറ്റ് ചെയ്യാനല്ല, ഇതിനൊക്കെ മറികടന്നു പോവാനായിട്ട് നമ്മൾക്ക് ഈ പറഞ്ഞ 12 പടികള്, 12 പാരമ്പര്യങ്ങള്, സേവന ഘടകം, ഈ പറഞ്ഞ മൂന്നാമത്തെ പൈതൃകം, ഇത് നമ്മളെ വളരെയധികം സഹായിക്കും. പാരമ്പര്യങ്ങൾക്കും വളരെ പ്രാധാന്യമുണ്ട്. നമ്മുടെ ഈ പടികൾ പോലെ തന്നെ നമ്മൾ മോചനത്തിനായിട്ട് സഹായിക്കുന്നത് പോലെ തന്നെ ഐക്യത്തിന് വളരെ പ്രധാനപ്പെട്ട ഒരു സംഖ്യയാണ്. ഐക്യത്തിന് വേണ്ടി ഏറ്റവും അധികം ഈ 12 പാരമ്പര്യങ്ങൾ ഊന്നിക്കൊണ്ടായിരിക്കണം നമ്മുടെ യാത്ര എന്ന് പറയും. ഞാൻ ഈ പടി പ്രവർത്തനങ്ങളൊക്കെ മുന്നോട്ട് പോയി നമ്മൾ 11-12 എത്തിയതിനു ശേഷം എനിക്ക് ഓഫീസ് കാര്യങ്ങൾ, ഞാൻ സർക്കാർ സർവീസിലാണ് വർക്ക് ചെയ്യുന്നത്. പക്ഷെ അവിടെ എനിക്ക് അവിടുത്തെ സംവിധാനങ്ങളും കാര്യങ്ങളായിട്ടൊക്കെ എനിക്ക് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റുന്നില്ല. പലരുടെ രീതികളും പല താല്പര്യങ്ങളൊക്കെ കണ്ടുവരുമ്പോൾ എനിക്ക് എന്തോ അത് പറ്റണില്ല, ആ രീതികളായിട്ട്. അപ്പൊ എൻ്റെ ഉള്ളിൽ അതൊരു ബുദ്ധിമുട്ടായി തുടങ്ങി. തൊഴിൽ സ്ഥലത്ത് എനിക്ക് അത് ആ ജോലി ആസ്വദിച്ച് ചെയ്യാനായിട്ടൊരു ബുദ്ധിമുട്ട് വരുന്നു. അപ്പൊ ഞാൻ എൻ്റെ സ്പോൺസറുമായിട്ട് സംസാരിച്ചു, ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഞാൻ എൻ്റെതായിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ നല്ല രീതിയിലും സത്യസന്ധമായിട്ട് ചെയ്യണം എന്നൊക്കെ ഉദ്ദേശിച്ച് വരുമ്പോൾ മറ്റു പല കാര്യങ്ങളിലും മറ്റു താല്പര്യങ്ങളൊക്കെ വരുമ്പോൾ എനിക്കത് അസ്വസ്ഥത ഉണ്ടാക്കണം, ബുദ്ധിമുട്ടുണ്ടാക്കണം. അപ്പൊ എന്താണ് അതിനൊരു വഴി ചോദിച്ചപ്പോൾ അദ്ദേഹം ഈ പാരമ്പര്യങ്ങളെ കുറിച്ചാണ് അതിൽ പറഞ്ഞത്. പ്രത്യേകിച്ച് ആ 4-ാം പാരമ്പര്യമൊക്കെ ശ്രദ്ധിക്കാനായിട്ട് പറഞ്ഞു. നമ്മൾക്ക് ഈ ലോകം മുഴുവൻ മാറ്റാൻ പറ്റില്ല, നമുക്ക് നമ്മളെ മാറ്റാൻ പറ്റും. 4-ാമത്തെ പാരമ്പര്യത്തിൽ പറഞ്ഞല്ലോ, സ്വയംഭരണ രീതിയിലായിരിക്കണം എന്നുള്ളതിനെ പറ്റി. ഓരോ ഗ്രൂപ്പും മറ്റു ഗ്രൂപ്പുകളെയോ അല്ലെങ്കിൽ എയെയോ മുഴുവനായോ ബാധിക്കുന്ന കാര്യങ്ങളിൽ വെച്ച് സ്വയംഭരണം, ഇത് വ്യക്തി ബന്ധങ്ങൾ അല്ലെങ്കിൽ വ്യക്തിയായി ഞാൻ ജീവിക്കുമ്പോഴും ഞാൻ പാലിക്കേണ്ട ഒരു കാര്യമാണ്. കുടുംബത്തിലായിക്കോട്ടെ, തൊഴിൽ സ്ഥലത്തായിക്കോട്ടെ, അവിടെയും എനിക്കിത് പാലിക്കാൻ പറ്റണം. ഞാൻ ഇച്ഛിച്ച രീതിയിലോ അല്ലെങ്കിൽ ആഗ്രഹിച്ച രീതിയിലോ ആയിരിക്കില്ല മറ്റു വ്യക്തികളോ അല്ലെങ്കിൽ സാഹചര്യമോ ഒക്കെ ഒരുങ്ങി വരുന്നത് അല്ലെങ്കിൽ ആയിത്തീരുന്നത്. ഞാൻ ഉദ്ദേശിച്ച രീതിയിലായിരിക്കില്ല. അപ്പോ എനിക്ക് അതില് അസഹിഷ്ണുതയോ അല്ലെങ്കിൽ അസ്വസ്ഥതയോ തോന്നേണ്ട കാര്യമില്ല. മറ്റ് വ്യക്തികളിലും ഗുണവുമുണ്ട്, ഗുണപ്രദമല്ലാത്ത അല്ലെങ്കിൽ ദോഷകരമായ കാര്യങ്ങൾ അവരിലും ഉണ്ട്, എന്നിലും ഉണ്ട്. അപ്പൊ ഞാൻ ആ വ്യക്തി ഇന്ന രീതിയിൽ പെരുമാറണം, എന്നോട് ഇന്ന രീതിയിൽ സംസാരിക്കണം, അല്ലെങ്കിൽ അവര് ചെയ്ത പ്രവൃത്തി സംസാരം എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. തൊഴിൽ സ്ഥലത്ത് ഉണ്ടാവുന്ന കാര്യങ്ങൾ ഞാൻ ഇച്ഛിക്കുന്ന രീതിയിലല്ല വരണത്.
അവിടെ ഞാൻ നോക്കേണ്ടത് ഞാൻ ചെയ്യണ കാര്യങ്ങൾ എനിക്ക് പറ്റാവുന്ന അത്ര നല്ല രീതിയിൽ അല്ലെങ്കിൽ സത്യസന്ധമായോ കാര്യക്ഷമമായോ ചെയ്യാനായിട്ട് ഞാൻ ശ്രമിക്കുക. ബാക്കി നമ്മൾ വിട്ടുകൊടുക്കുക. മൂന്നാമത്തെ പടി പ്രാർത്ഥനയിലൊക്കെ പറയുന്നതാണല്ലോ, അങ്ങ് ആഗ്രഹിക്കുന്നത് പോലെ ദൈവഹിതത്തിനനുസരിച്ച് വരട്ടെ, എന്റെ ഹിതമല്ല ദൈവഹിതം നടക്കട്ടെ എന്നാണ് പറയുന്നത്. അപ്പൊ ഈ ലോകം മുഴുവൻ ഞാൻ വിചാരിച്ച രീതിയിൽ നടക്കണം, അല്ലെങ്കിൽ മറ്റുള്ളവരൊക്കെ ആ സാഹചര്യങ്ങളൊക്കെ അതേ രീതിയിൽ ഒരു രംഗസജ്ജീകരണം പോലെ, നമ്മുടെ നാടക നടൻ എന്നുള്ള വാക്കൊക്കെ ഇത് ഉപയോഗിക്കുന്നുണ്ട്, അതുപോലെ ഒരുങ്ങി വരണം എന്ന് ഞാൻ വിചാരിച്ച് ഇന്ന് പോയാൽ, അല്ലെങ്കിൽ ആ രീതിയിൽ ഞാൻ സങ്കല്പിച്ചാൽ എനിക്ക് നിരാശയായിരിക്കും ഫലം. അവിടെയാണ് ഗോഡ്സ് വിൽ, നമ്മൾ ദൈവഹിതത്തിനായിട്ട് വിട്ടുകൊടുത്ത് ജീവിക്കേണ്ടതിന്റെ ആവശ്യം പറയുന്നത്. ചിലപ്പോൾ വളരെ ദുഃഖകരമായ കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കും, സങ്കടം ഉണ്ടാക്കുന്നത്, നിരാശ ഉണ്ടാക്കുന്നത്. പക്ഷെ ഇതിനൊക്കെ മറികടക്കാനുള്ള വഴികൾ നമ്മൾക്ക് ഈ ഫെലോഷിപ്പ് നൽകുന്നുണ്ട്. ടൂൾസ്, സ്പിരിച്വൽ ടൂൾസ് എന്ന് പറഞ്ഞാൽ, ഈ ടൂൾസ് ടിപ്സ് എന്ന് പറയുന്നത് സ്പിരിച്വൽ ടൂൾസ് എന്നാണ് വാക്കാണ് ഉപയോഗിച്ചത്. ഒരു കിറ്റ്, ആത്മീയ ഉപകരണങ്ങൾ. ഈ ടൂൾസ് നമുക്ക് ഉപയോഗിക്കാനുള്ളതാണ്. നമുക്കറിയാലോ, നമ്മൾ ഈ സ്പാനറും സ്ക്രൂ ഡ്രൈവറും നമ്മൾ ഓരോ എന്തെങ്കിലും യന്ത്രങ്ങളൊക്കെ മറ്റോ കേടാകുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ടൂൾസ്, ഇത് ഉപയോഗിക്കാനുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾക്ക് യൂസ് ചെയ്യാനുള്ളതാണ് ഈ സ്പിരിച്വൽ ടൂൾ, നമ്മുടെ ജീവിതത്തിൽ പ്രയോഗിക്കാനുള്ളതാണ്. അതുകൊണ്ട് പ്രവൃത്തിക്ക് വളരെ പ്രാധാന്യമുണ്ട്. പ്രവർത്തനത്തിന് വളരെ, ഫെയ്ത്ത് വിത്തൗട്ട് ആക്ഷൻ ഇസ് ഡെഡ്, പ്രവർത്തനം കൂടാതെയുള്ള വിശ്വാസം മൃതമാണെന്നുള്ള വാക്ക് പറയുന്നത് ഇതിനെ കൂടി ബേസ് ചെയ്തിട്ടാണ്. ഇത് അപ്ലൈ ചെയ്യേണ്ടത് നമ്മൾ അതാത് സമയങ്ങളിൽ നമ്മളിൽ തന്നെയാണ് കൂടുതൽ അപ്ലൈ ചെയ്യേണ്ടി വരിക. ഭിന്നതയുള്ളിടത്ത് ഐക്യത്തിന്റെ വാഹനാകട്ടെ, ഇല്ലേ? വിദ്വേഷമുള്ളിടത്ത് സ്നേഹവാഹനാകട്ടെ. 11 സ്റ്റെപ്പ് പ്രാർത്ഥനയിൽ പറയുന്നതാണ് നമ്മുടെ വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ പ്രാർത്ഥന എന്നറിയപ്പെടുന്ന 11 സ്റ്റെപ്പ് പ്രാർത്ഥനയിൽ. ഇതെങ്ങനെയാണ് ഈ കൺവർഷൻ നടക്കുന്നത്? ഇതിപ്പോ ചെല്ലുമ്പോൾ നമുക്ക് തന്നെ ചെല്ലി പോവാം. പക്ഷെ ഈ കൺവർഷൻ നടക്കുന്നത് നമ്മളുടെ ഈ 12 സ്റ്റെപ്പ് പ്രാക്ടീസിലൂടെയാണ്, അല്ലെങ്കിൽ 12 പടി പ്രവർത്തനങ്ങളിലൂടെയാണ്. ഒരു എ ഗ്രൂപ്പിന്റെ പർപ്പസ് തന്നെ പറയുന്നുണ്ട്, ഡബ്ല്യൂയുടെ വാക്കുകൾ തന്നെ. ലാംഗ്വേജ് ഓഫ് ഹാർട്ട് എന്നുള്ള ബുക്കിൽ വരുന്നതാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അയച്ചിട്ടുണ്ടായിരിക്കാം. സോബ്രൈറ്റി, ഫ്രീഡം ഫ്രം ആൽക്കഹോൾ ബൈ ടീച്ചിങ് ആൻഡ് പ്രാക്ടീസിങ് 12 സ്റ്റെപ്പ് ഈസ് സോൾ പർപ്പസ് ഓഫ് ആൻ എ ഗ്രൂപ്പ് എന്നാണ് പറഞ്ഞത്. എ ഗ്രൂപ്പിന്റെ ഒരേ ഒരു പർപ്പസ് എന്ന് പറഞ്ഞിട്ട് ടീച്ചിങ് ആൻഡ് പ്രാക്ടീസിങ് 12 സ്റ്റെപ്പ്, പരിശീലിക്കുകയും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയും, മറ്റുള്ളവർക്ക് കടന്നു വരുന്നവർക്ക് പറഞ്ഞു കൊടുക്കുകയും ഒപ്പം സ്വയം പരിശീലിക്കും. അവിടെയാണല്ലോ ഈ 12-ാം പടിയിലുള്ള എൻ്റെ ജീവിതത്തിന്റെ എല്ലാ വ്യവഹാരങ്ങളിലും എല്ലാ ഭാഗങ്ങളിലും ഞാൻ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുന്നു. ഇത് പലയിടത്തും വരെ ഒരു വിഷമകരമായിട്ടുള്ള ഒരു സംഗതി എന്താ വെച്ചാൽ, വർഷങ്ങളായവരും പലപ്പോൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഞാനും കേട്ടിട്ടുള്ളതാണ്. അതിൽ പെട്ടുപോകരുതെന്ന് പറയാണ്ട് എനിക്കൊരു വിഹിതമായ അഭ്യർത്ഥന ഉള്ളതാണ്. പടികളും വേണ്ട, പാരമ്പര്യങ്ങളും വേണ്ട, ബിഗ് ബുക്കും വേണ്ട എന്നൊക്കെ പറഞ്ഞു കേൾക്കാം. വർഷങ്ങളല്ല ഈ മനസ്സിലാക്കേണ്ടത്, എത്ര വർഷമായി എന്നുള്ളതല്ല സുബോധത്തിന്റെ അടിസ്ഥാനം. എങ്ങനെ നമ്മൾ ഈ പ്രോഗ്രാം സ്വാംശീകരിച്ചു, അല്ലെങ്കിൽ നമ്മൾ ഉള്ളിലേക്ക് ഇത് ആ സത്ത ഉള്ളിലേക്ക് എത്രമാത്രം വന്നു എന്നുള്ളതാണ്. അത് ചിലപ്പോൾ 1-2 വർഷം കഴിഞ്ഞ ആൾക്കാർക്ക് വന്നത്ര, ചിലപ്പോൾ ഒരു 10-20 വർഷമായ ആൾക്ക് ഉണ്ടാവില്ല. അത് അവരുടെ അവർക്ക് അത് വിട്ടുകൊടുക്കുക മാത്രം. അതാരുടെ അതിനൊരു കാര്യം പറയുന്നുണ്ട്. നമ്മള് പൊതുവെ ബിഗ് ബുക്കില് പാപം എന്നൊരു വാക്ക് നമ്മൾ കാണില്ല അധികം. പാപം എന്ന വാക്ക് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു വാക്കുമല്ല അത്. അത് 12 and 12 ഒക്കെ 7 മാരക പാപങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട്, അഹങ്കാരം, അത്യാഗ്രഹം, കാമം, ഇങ്ങനെ കണ്ടിട്ടുണ്ടാവും 7. പക്ഷെ അവിടെയൊക്കെ ബിഗ് ബുക്കിലടക്കം പറയുന്നുണ്ട്, അത് നിങ്ങൾക്ക് ആ വാക്ക് ഉപയോഗി ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം പറഞ്ഞാൽ മതി, അതല്ലെങ്കിൽ നമ്മളുടെ കുറവുകളുടെ അല്ലെങ്കിൽ വൈകല്യങ്ങളുടെ, ഈ വാക്കാണ് അവിടെ ഉപയോഗിച്ചാണത്. നോക്കിയറിയാം, ആ വാക്കാണ് ഉപയോഗിച്ചാണത്. പക്ഷെ ഒരു സ്ഥലത്ത് ബിഗ് ബുക്കിലെ അവസാനത്തെ ചാപ്റ്ററിൽ കാണാം, യിൽ 2 പാപങ്ങളുണ്ട് എന്ന് പറഞ്ഞ വാക്ക് കാണാം. യിൽ അല്ലെങ്കിൽ 2 പാപങ്ങളേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട്. അതെന്താണ്? ഒന്ന്, മറ്റുള്ളവരുടെ വളർച്ചയെ തടസ്സപ്പെടുത്തുക. 2, അവനവന്റെ വളർച്ചയെ തടസ്സപ്പെടുത്തുക.
നവംബർ 22 DR നോക്കി അറിയാം. പ്രതിദിന മന്നങ്ങളിൽ നവംബർ 22 പ്രതിദിന മന്നം കൊടുത്തിട്ടുണ്ട്. 2 പാപങ്ങളേ ഉള്ളൂ. മറ്റുള്ളവരുടെ വളർച്ച തടസ്സപ്പെടുത്തുക, നമ്പർ 1 പാപം 1. നീ അതിന് പോകണ്ട, ഇതിന് പോകണ്ട, പടികൾ ചെയ്യണ്ട, പാരമ്പര്യം വേണ്ട, വിഭൂക്കും വേണ്ട, ഒന്നും വേണ്ട. ഞാനും ഇത് ചെയ്യണില്ല. അവനവന്റെ വളർച്ചയും തടസ്സപ്പെടുത്തുന്നു, രണ്ടാമത്തെ ഭാഗം. അവൻ സ്വയം ചെയ്യണില്ല, മറ്റുള്ളവരെ കടന്നു വരുന്നവർക്ക് തടസ്സമായും ഭവിക്കുന്നു. 2 പാവങ്ങളേ ഉള്ളൂ. ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. AIB ബുക്കിൽ ഊന്നൽ കൊടുത്ത് പറഞ്ഞ ഒരു കാര്യമാണത്. അപ്പോ ഇത് സ്വയം പ്രാക്ടീസ് ചെയ്യാനും മറ്റുള്ള, ഇതാണ് മെസ്സേജ്. AS 12 step carrying the message is the basic service that our fellowship gives. ഇതേ ഇതിൽ പറഞ്ഞിട്ടുള്ളതാണ് നമ്മുടെ ഈ AA comes of age, carrying the message. ഇതാണ് നമുക്ക് കൊടുക്കാനുള്ള മെസ്സേജ്. ഈ മോചന പ്രക്രിയ അല്ലെ, ഈ 12 പടികള് നമ്മളുടെ 5ാമത്തെ ചാപ്റ്ററില് 12 പടികൾ പറയുന്നതിന് മുമ്പ് പറയുന്നുണ്ട്. ഇതെങ്ങനെ പ്രവർത്തിക്കുന്നുള്ളതാണല്ലോ ഹബിറ്റ് വർക്സ് 5ാമത്തെ ചാപ്റ്റർ. അതിൽ 12 പടികൾ അവിടെയാണ് ആദ്യമായിട്ട് എഴുതി വരുന്നത്. അവിടെ അതിന് തൊട്ട് മുകളിലൊരു വാക്ക്, ചെറിയൊരു വാക്ക്, സെന്റൻസ് കഴിഞ്ഞതിന് ശേഷമാണ് അതിലേക്ക് വരുന്നത്. രോഗശമനത്തിനുള്ള പരിപാടി എന്ന നിലയിൽ താഴെ നിർദ്ദേശിക്കപ്പെട്ട പടികൾ എന്നാ പറയുന്നത്. രോഗശമനത്തിനായുള്ള പരിപാടി. അപ്പൊ എന്താണ് രോഗം, എങ്ങനെയാണ് അത് ശമിപ്പിക്കേണ്ടത്, ആ രോഗശമനം എങ്ങനെയായിരിക്കണം, അതാണ് ഈ 12 പടികളിലൂടെയാണ് ഈ മോചനം ലഭിക്കണമെന്ന് പറയുന്നത്. ഈ ബേസ്, ത്രികോണത്തിന്റെ ബേസ് എന്ന് പറയുന്ന മോചനം ഈ 12 പടികളിലൂടെയാണ്. അതാണ് രോഗശമനത്തിനെന്ന പരിപാടി എന്ന നിലയിൽ താഴെ വിവരിക്കുന്ന. വളരെ അർത്ഥവത്തായിട്ടാണ് അതിൽ കൊടുത്തിട്ടുള്ളത്. ഈ ബുക്കിലെ വാക്കുകളൊക്കെ ഒരു വരി പോലും ഇന്ന് വരെ അത് മാറ്റാതെ നിലനിൽക്കുന്നത് അതത്രയൊരു ദൈവത്തിന്റെ കൈ. ഞാനൊക്കെ അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. ആ ഒരു ഇടപെടലിലൂടെ ആ ഒരു കയ്യൊപ്പോടുകൂടി വന്നിട്ടുള്ള പുസ്തകമാണ് അത്. ഇതിൽ തന്നെ പറയുന്നുണ്ട്, ഇത്രത്തോളം ഈ ബിഗ് ബുക്കിനെത്തോളം ഇത് വഹിക്കാനായിട്ട്, ഈ മെസ്സേജ് വഹിക്കാൻ ഈ ലോകത്ത് വേറെ ഒന്നിനും കഴിയില്ല എന്ന് പറഞ്ഞത്. നമ്മൾ എന്തൊക്കെ പ്രവർത്തനങ്ങൾ നടത്തിയാലും പക്ഷെ ബിഗ് ബുക്കിനെത്തോളം നമ്മൾ അതത്ര പറ്റില്ല എന്ന് നമ്മുടെ മുൻഗാമികൾ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ തന്നെ ഇപ്പോ ഡോക്ടേഴ്സിന് അല്ലെങ്കിൽ മറ്റ് മേഖലയിലുള്ളവർക്കൊക്കെ CPC-യിലൊക്കെ നമ്മൾ കൊടുക്കുമ്പോൾ ഈ പാബ്ലറ്റ് മാത്രമല്ല, പലപ്പോഴും നമ്മൾ ഈ ബിഗ് ബുക്കും കൊടുക്കാറുണ്ട്. അത് എന്തുകൊണ്ടാ വെച്ചാൽ ഈ ഇതിന്റെ ഒരു മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ്. അവർക്ക് ഈ പ്രൊഫഷണൽസിന് അത് മനസ്സിലാക്കാൻ കൂടി വേണ്ടിയിട്ടാണ് അത് നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ അത്രമാത്രം പ്രാധാന്യം അതിനുണ്ട്. ഇപ്പൊ ഈ സർവീസിന്റെ കാര്യം തന്നെ പറയുമ്പോൾ നമ്മൾ ഈ പൊതുജനങ്ങൾക്ക് ഇടയിൽ കിടക്കുമ്പോൾ പ്രത്യേകിച്ച് MSW പോലെയുള്ള പ്രോഗ്രാമിലൊക്കെ ഒരു സബ്ജക്റ്റ് തന്നെയാണ് ഈ ആൽക്കഹോളിസവും ഇതൊക്കെ. പലപ്പോഴും നമ്മുടെ മീറ്റിങ്ങുകളിലൊക്കെ ചിലർ ചോദിച്ചു വരാറുണ്ട്. സ്റ്റുഡൻസ് ഹോസ്പിറ്റലിലൊക്കെ ചെല്ലുമ്പോൾ പെൺകുട്ടികളൊക്കെ വന്ന് ചോദിക്കാറുണ്ട്, ഇതിനെ പറ്റിയൊക്കെ അവർ സംസാരിക്കാറുണ്ട്. MSW ഒരു സബ്ജക്റ്റാണ് അത്. പലരും ഇത് സ്റ്റഡി ചെയ്തിട്ടുണ്ട്. അപ്പൊ അവർക്കൊക്കെ നമ്മൾ കൊടുക്കുന്നത് ഈ പറഞ്ഞ ഈ ബുക്ക്, ഒപ്പം അതിൻ്റെ ഒപ്പം നമ്മൾ ഈ പറഞ്ഞ പാബ്ലറ്റ് നമ്മൾ കൊടുക്കും. അപ്പോ ആ മോചനത്തിന്റെ പ്രാധാന്യം പറഞ്ഞു കഴിഞ്ഞു. ഐക്യത്തിന് വേണ്ടിയിട്ടുള്ള 12 പാരമ്പര്യങ്ങൾ. 12 പാരമ്പര്യങ്ങൾ, പടികൾ. വാസ്തവത്തിൽ 1935 നമ്മുടെ ഫെലോഷിപ്പ് രൂപീകൃതമായി. മധ്യസക്തരാല് 4 വർഷം കൊണ്ടാണ് ഈ പറഞ്ഞ ഈ ബിഗ് ബുക്ക് 1939 ബിഗ് ബുക്ക് വരണത്, എഴുതപ്പെടുന്നത്. 100ഓളം 100 റിക്കവേർഡ് ആൽക്കഹോളിക്സ് എന്ന് പറഞ്ഞിട്ടാണ് അതിലെ ആമുഖത്തിൽ തന്നെ അവിടെ പറഞ്ഞത്. തുടക്കത്തിൽ അന്ന് 100ഓളം പേരാണ് ഈ മദ്യത്തിൽ നിന്ന് മാറി നിന്ന്. ഈ ബിഗ് ബുക്കിന്റെ ബിൽഡബ്ല്യൂയും ഡോക്ടർ ബോബ് അടക്കം 100ഓളം പേരാണ് ഇതിന്റെ അന്ന് ഈ ബിഗ് ബുക്ക് ഇറക്കുമ്പോൾ ഉണ്ടായിരുന്നത്. പക്ഷെ പിന്നെയും ഒരു 35 തൊട്ട് അവിടുന്ന് ഒരു 12 വർഷം കൂടി കഴിഞ്ഞിട്ടാണ് ഈ പാരമ്പര്യങ്ങൾ വരണത്. പാരമ്പര്യങ്ങൾ വരുന്നത് പിന്നെയും ഒരു 12 വർഷം പിടിച്ചു. അതിനൊരു വാക്ക് തന്നെ അവര് പറയുന്നുണ്ട്, നമ്മുടെ മുൻപാമിൽ തീച്ചൂളയിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്ന, അങ്ങനെ ഒരു വാക്കാണ് ഉദ്ദേശിച്ചത്. അനുഭവങ്ങളുടെ തീച്ചൂള എന്നാ പറയുന്നത്. അനുഭവങ്ങളുടെ തീച്ചൂള. ഇപ്പൊ എത്രമാത്രം ബുദ്ധിമുട്ട് ഈ പാരമ്പര്യങ്ങള് എന്താ വെച്ചാൽ ഈ അഭിപ്രായത്തിലുള്ള വ്യത്യാസങ്ങൾ അന്നും നമ്മളെ ഈ പറഞ്ഞ മാതിരി നമ്മുടെ മുൻഗാമികള്
ഓരോ കാര്യങ്ങളും ഈ ബിഗ് ബുക്കിന്റെ ഇറക്കുമ്പോൾ തന്നെ ഉണ്ടായിരുന്നു അതിൽ അഭിപ്രായ വ്യത്യാസം. ബിഗ് ബുക്ക് ഇറക്കുമ്പോൾ അത് വേണോ വേണ്ടേ എന്നുള്ളതിനെ സംബന്ധിച്ചൊക്കെ ഉണ്ടായിരുന്നു. അത് നമ്മുടെ അനോൺമെന്റിന് ബാധിക്കില്ല, അങ്ങനെയല്ല അങ്ങനെയല്ല. പക്ഷെ അവിടെയും ഈ പറഞ്ഞ നമ്മുടെ മനസ്സാക്ഷിയുടെ ശബ്ദം അവിടെ അത് വന്നു. അത് ദൈവത്തിന്റെ ഇടപെടലിലൂടെ ഇത് സംഭവിച്ചു. ഇതേപോലെ തന്നെയാണ് ഈ അനുഭവത്തിന്റെ തിരിച്ചുകൂടെ മീറ്റിങ്ങുകൾ നടക്കുന്നു, ഗ്രൂപ്പുകൾ വരുന്നു, പുതുതായി ഗ്രൂപ്പുകൾ വരുന്നു, മറ്റ് രാജ്യങ്ങളിലേക്ക് ഇത് സ്പ്രെഡ് ചെയ്യുന്നു. ആൽക്കഹോളിക്സ് അനോണിമസിന്റെ സന്ദേശം എത്തിക്കാനായിട്ട് ഇത്ര സമയവും പണത്തിന്റെയൊക്കെ വളരെ ദൗർലഭ്യമുള്ള ഒരു സമയമാണ് ആലോചിക്കുന്നത്. വളത്തിന്റെയൊക്കെ അതിൽ പറയുന്നുണ്ട് ഈ കംസർവേദിയിലൊക്കെ അത്രയും ബുദ്ധിമുട്ടൊക്കെ അനുഭവിക്കണം. ഇന്നത്തെ പോലെയുള്ള ഈ മൊബൈലുകളോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയാസോ യാതൊന്നുമില്ല. ടെലിഫോൺ തന്നെ അപൂർവമായിട്ടുള്ള സമയത്ത് USA മറ്റ് ഓരോ രാജ്യങ്ങളിലേക്ക് എത്തിപ്പെടാൻ എത്രമാത്രം ഒരു കഷ്ടപ്പെട്ടിട്ടുണ്ടോ, ബുദ്ധിമുട്ടുണ്ടോ. അപ്പൊ നമ്മളൊക്കെ ഇപ്പൊ ചെയ്യണത് വെച്ച് നോക്കുമ്പോൾ എത്രമാത്രം അവരുടെ ആ കഷ്ടപ്പാടിന്റെ വില ഈ കിട്ടിയ സുബോധത്തിന് കാണിക്കുന്ന കൃതജ്ഞത അല്ലെങ്കിൽ നന്ദി എത്രമാത്രം അവരതിനു വേണ്ടിയിട്ട് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടി കാണിച്ചു. ഇപ്പൊ നമ്മൾ ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ 150-ൽ പരം രാജ്യങ്ങളിൽ അതിലൊന്നായ ഇന്ത്യയിൽ, നമ്മൾ ഈ കേരളത്തിൽ ഇവിടെ സുബോധവാനായിട്ടിരിക്കുന്നുണ്ടെങ്കിൽ അത് അന്ന് അവർ തുടങ്ങി വെച്ചതിന്റെ കണ്ണികളാണ് നമ്മളൊക്കെ. ഇത് നിലയ്ക്കരുത്. ഈ കണ്ണി മുറിയാതെ കൊണ്ടുപോകാനുള്ള ഒരു ഉത്തരവാദിത്വം കൂടി നമുക്കുണ്ട്. അതാണുള്ളതാവും നമ്മുടെ ഉത്തരവാദിത്ത പ്രതിജ്ഞയൊക്കെ നമ്മൾ ചെല്ലുമ്പോൾ എന്റെ ഉത്തരവാദിത്തമാണെന്ന് പറയുമ്പോൾ അത് ഏത് രീതിയിലായിക്കോട്ടെ, എവിടെ ആയിക്കോട്ടെ, ഏത് സ്ഥലത്തായിക്കോട്ടെ, ഏത് സമയമായിക്കോട്ടെ, അതിന് ഞാൻ ബാധ്യസ്ഥനാണ്, അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ടവനാണ്. സന്ദേശം, അയാൾ സന്ദേശവാഹകനായിരിക്കണം. അത് അങ്ങനെ തന്നെ ആയിരിക്കണം. ഈ ബിഗ് ബുക്കിൽ തന്നെ ഈ പറഞ്ഞ വരുന്നൊരു വാക്കാണത്. വിശ്വാസം മാത്രം പോരാ. വിശ്വാസം മാത്രം പോരാ. വിശ്വാസത്തിന്റെ കൂടെ എന്താ വേണ്ടതെന്നുള്ള ഇത് വരുന്നുണ്ട്. വിശ്വാസത്തിന്റെ കൂടെ നിസ്വാർത്ഥതയും സ്വയം പരിത്യാഗവും സർഗാത്മകമായ പ്രവൃത്തികളും ഒന്നിച്ചു പോകണം എന്നാണ് പറഞ്ഞത്. വിശ്വാസത്തിന്റെ ഒപ്പം തന്നെ നേരത്തെ ഞാൻ പറഞ്ഞു ഫെയ്ത്ത് വിത്തൗട്ട് ആക്ഷൻ ഈസ് ഡെഡ്. പ്രവർത്തനം കൂടാതെയുള്ള വിശ്വാസം പ്രധാനമാണെന്ന്. അതേപോലെ തന്നെ വേറൊരു തലത്ത് പറയുന്നുണ്ട്, വിശ്വാസം മാത്രം പോരാ, അതിന്റെ ഒപ്പം എന്തൊക്കെ വേണം? നിസ്വാർത്ഥതയും സ്വയം പരിത്യാഗവും സർഗാത്മകമായ പ്രവൃത്തികളും ഒന്നിച്ച് കൊണ്ടുപോകാനായിട്ട് പറ്റണം എന്ന് പറയുന്നുണ്ട്. അപ്പൊ അതെന്താണ് അത്? അതിനെ കുറിച്ചാണ് ഈ ഒന്നുകൂടി അതിന്റെ വിശദീകരിച്ച് പറയാം. വിശ്വാസം വേണം തീർച്ചയായിട്ടും. നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പില് എന്നേക്കാൾ ഒരു വലിയ ശക്തി അതെന്താണെന്നൊക്കെ ഏതാണെന്നൊക്കെ നമ്മളെ തന്നെ ധാരണയിലുള്ളത്. ഇങ്ങനെ പല ഇതിലും ബിഗ് ബുക്കിന്റെ 4ാമത്തെ ചാപ്റ്ററിൽ അത് ഒന്നും കൂടിയും അതിനെപ്പറ്റി വിശ്വസിച്ച് ആ നിരീശ്വരവാദികളായി എന്ന ചാപ്റ്ററിൽ പറയുന്നുണ്ട്. കെയിം ടു ബിലീവ്, എങ്ങനെയാണ് വിശ്വാസത്തിലേക്ക്. നിരീശ്വരവാദികളായിരിക്കാം, വിശ്വാസം നഷ്ടപ്പെട്ടവരായിരിക്കാം, എങ്ങനെയുള്ളവരായിരുന്നാലും നിരീശ്വരവാദികളാണെങ്കിലും നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ളത്. അപ്പൊ അതിന്റെ ഡെപ്തിലേക്ക് ഞാൻ പോകുന്നില്ല. അപ്പൊ വിശ്വാസത്തിലേക്ക്, കെയിം ടു ബിലീവ്, വിശ്വാസത്തിലേക്ക് നമ്മൾ എത്തിപ്പെടുന്നു. എന്തെങ്കിലും രീതിയിലുള്ള ഒരു വിശ്വാസത്തിലേക്ക് എത്തിപ്പെടുന്നു. ഒപ്പം അത് മാത്രം പോരാ, നിസ്വാർത്ഥതയും. നിസ്വാർത്ഥത എങ്ങനെയാ വരണേ? നേരത്തെ പറഞ്ഞു, സ്വാർത്ഥതയിൽ നിന്നുള്ള മോചനം. സ്വാർത്ഥതയാണ് നമ്മുടെ മൂലപ്രശ്നം. അവിടുന്ന് മോചനം എങ്ങനെയാ? അതാണ് 12 സ്റ്റെപ്പ്, 12 പടി പ്രവർത്തനം. മോചനത്തിനായിട്ടുള്ള 12 പടികൾ. 12 പടികളിലൂടെ ആ 12 പടികൾ പരിശീലിച്ച് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ സ്വാർത്ഥതയിൽ നിന്നുള്ള മോചനം, അതായത് നിസ്വാർത്ഥത 12 പടികളിലൂടെ. സ്വയം പരിത്യാഗം അടുത്തു വരുന്നത്. സ്വയം പരിത്യാഗം, അവിടെയാണ് ഈ 12 പാരമ്പര്യങ്ങൾ. 12 പാരമ്പര്യങ്ങൾ അവിടെയാണ് വരുന്നത്. സ്വയം പരിത്യാഗം. ഞാൻ തന്നെ ഈ മറ്റുള്ളവർക്ക് വേണ്ടി, ഈ ലോകത്തിനായി, നമ്മുടെ ഇതിൽ പറയുന്ന വാക്ക് ദൈവത്തിനും നമ്മുടെ സഹജീവികൾക്കും വേണ്ടി, അങ്ങനെയാണ് ആ ഒരു വാക്ക് ഉപയോഗിക്കുന്നത്. ഈശ്വരന് എന്റെ സഹജീവികൾക്കും. അതിനാണ് എൻ്റെ ഇനിയുള്ള ജീവിതം. എൻ്റെ ജീവിതം ഇതന്നെ എനിക്ക് തന്ന സമ്മാനമാണ്. ഈശ്വരൻ തന്ന സമ്മാനമാണ്. ഈ കുടിയിൽ നിന്നും മാറി സുബോധാവസ്ഥയിലേക്കുള്ള ജീവിതം എന്നുള്ളത് ദൈവം തന്ന എനിക്ക് സമാധാനമാണ്. അല്ലെങ്കിൽ ഞാൻ മണ്ണടിഞ്ഞു പോയേനെ, വർഷങ്ങൾക്ക് മുമ്പേ ഏതെങ്കിലും രീതിയിലൊക്കെ പോയേനെ, അവസാനിച്ചേനെ. അത്രയും രൂക്ഷമായ അവസ്ഥയിലായിരുന്നു എൻ്റെ അവസാന കാലത്തേക്ക് മദ്യപാനം. ഏത് സമയത്തും കഴിക്കണ, ഇന്ന സമയം ഒന്നുമില്ല, രാത്രിയാണോ പകലാണോ ഒന്നുമില്ല. അർദ്ധരാത്രി കിട്ടിയാലും വെളിച്ചാകുമ്പോ 5 മണിക്കൊക്കെ മദ്യത്തിന് വേണ്ടിയിട്ടാണ് പരക്കം പായണത്. വീട്ടിലുള്ള സ്റ്റോക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഓടണത് പുറമെ എവിടെ കിട്ടും? പുലർച്ചയായിട്ടില്ല, ആൾക്കാർ ഇറങ്ങി തുടങ്ങിയിട്ടില്ല. പക്ഷെ ഞാൻ എൻ്റെ ഒരു
പെട്രോൾ തീരാറായിട്ടുള്ള ടൂ വീലറിൽ പെട്രോൾ തീരാറായിട്ട് പറഞ്ഞാൽ പെട്രോൾ അടിക്കാനായിട്ട് കാച്ചില്ല കയ്യില്. 10 രൂപയ്ക്കൊക്കെ 20 രൂപയ്ക്കൊക്കെയാണ് അന്ന് പെട്രോളിന്റെ വില. എനിക്ക് തോന്നുന്നത് ഒരു 30-40 രൂപയ്ക്കാണ് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ. അപ്പൊ 10 രൂപയ്ക്കൊക്കെയാണ് അന്ന് അടിക്കുക. അവരോട് നുണ പറയും പെട്രോൾ ടാങ്കിന് ഓട്ടയാണ്, അതുകൊണ്ടാണ് 10 രൂപയ്ക്ക് അടിക്കുന്നത്. വാസ്തവം അതല്ല. എന്റെ കയ്യിൽ അത്രേ ഉള്ളൂ. ബാക്കി പൈസ വേണം വെച്ചിട്ട് വേണം എനിക്ക് മദ്യത്തിനുള്ള കണ്ടെത്താൻ. ആ ഇരുട്ടത്താണെന്ന് ഈ കള്ളുഷാപ്പോ ബാറോ അന്വേഷിച്ചിട്ടുള്ള ഓട്ടം. അപ്പൊ കള്ളുഷാപ്പിൽ കയറി വരുമ്പോ അവര് പരിഹാസ രൂപേണ ഈ കുപ്പിയും ഗ്ലാസ്സൊക്കെ കഴുകി വെക്കുന്നുണ്ടോ പിറ്റേ ദിവസത്തെ ഒരുക്കത്തിന് വേണ്ടി അവര്. അപ്പൊ ആ വാക്ക് എന്റെ ഉള്ളിൽ ഇപ്പോഴും മുഴങ്ങണതാണ്. അത് ഞാനത് പല ഷെയറിങ്ങിലും പറഞ്ഞിട്ടുണ്ട്. എന്റെ അടുത്ത് അവിടെ കാലത്ത് തന്നെ കുപ്പി കഴിയുന്ന ആൾ പറഞ്ഞു, ചേട്ടാ അത് ചായക്കടയല്ല 5 മണിക്ക് വിതരണം ചെയ്യാൻ, ഇത് കള്ളുഷാപ്പാന്ന് പറഞ്ഞു. പക്ഷെ എന്റെ ഉള്ളിലുള്ള ആ ഒരു അത്രയും കഠിനമായ ആ ഒരു ആഗ്രഹം അല്ലെങ്കിൽ ആ ഒരു ആസക്തി നിൽക്കുന്നത് ചായക്കല്ല, ചായ കുടിക്കാനല്ല. എനിക്ക് പുലർച്ചെ 5 മണിക്ക് എന്റെ ഉള്ളിൽ മദ്യപിക്കാൻ ഏത് രൂപത്തിലായിക്കോട്ടെ, ആൽക്കഹോള്, അത് കള്ളായിക്കോട്ടെ, ബ്രാൻഡി ആയിക്കോട്ടെ, വേറെ ഏത് രൂപത്തിലായാലും ആ ദ്രാവകം കിട്ടിയാൽ എനിക്ക് ഉള്ളിലേക്ക് സ്പിരിറ്റായിക്കോട്ടെ, മുറിവുണക്കാൻ വെച്ച സ്പിരിറ്റ് ആയിക്കോട്ടെ, അത് ആ രൂപത്തില് നമ്മളൊരു സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട്. അതായാലും അകത്താക്കാനുള്ള അത്രയും അദമ്യമായ ആഗ്രഹം. അപ്പോ ആ ഒരു അവസ്ഥയിൽ നിന്ന് ഞാൻ ഇന്ന് ആ മദ്യത്തിന്റെ യാതൊരുവിധ ഡിപ്പെൻഡൻസി ഇല്ലാതെ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അത് ദൈവം തന്നൊരു ദാനാണ് എനിക്ക്, എന്റെ ഈ ശിഷ്ട ജീവിതം എന്ന് പറയുന്നത്. അപ്പൊ അതിനൊരു തിരിച്ചു നൽകല് ഈ സ്വയം പരിത്യാഗം, എന്നെ തന്നെ ത്യജിക്കുന്നു. ദൈവത്തിനും എന്റെ സഹജീവികൾക്കും വേണ്ടി ഞാൻ എന്നെ തന്നെ ത്യജിക്കുന്നു ആ സേവനത്തിനായി. അടുത്തത് സ്വയം പരിത്യാഗം കഴിഞ്ഞ പിന്നെ സർഗാത്മകമായ പ്രവർത്തനങ്ങൾ. എയുടെ 12 ആശയങ്ങൾ എന്ന് പറയുന്നത് 12 കൺസെപ്റ്റ് ലോക സേവനത്തിനായി. അത് എങ്ങനെ ഞാനും ഈ ലോകവും ആയിട്ട് ഇടപെടാൻ ഈ ഐക്യപ്പെട്ടിട്ടാണ് പിന്നെ അതിലേക്ക് പോണത്. ഐക്യപ്പെടുന്നതോടുകൂടി നമ്മുടെ മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള പ്രവർത്തനത്തിന് ഞാൻ തന്നതനാവുന്നു. അടുത്തതായിട്ട് സർഗാത്മകമായ പ്രവർത്തനം എന്ന് പറയുമ്പോൾ നമ്മൾ തന്നെ ഇപ്പൊ ഏരിയയിൽ നമ്മള് എന്താ ഈ വാർഷികങ്ങൾ നടത്തുന്നു, നമ്മുടെ ബർത്ത്ഡേ നടത്തുന്നു. ഇപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞു 20th ആനിവേഴ്സറി നടത്തിയിട്ട് അന്ന് ആ പുതിയ പുതിയ ആശയങ്ങൾ അവിടെ ഉണ്ടാവുന്നു. നമ്മൾ ഒന്നിച്ചു കൂടുന്നു, പുതിയ ആശയങ്ങൾ. അങ്ങനെ ആയിരിക്കണം, ക്രിയേറ്റീവ് ആയിരിക്കണം. നമ്മളിപ്പോഴായാലും ഈ പറഞ്ഞ മാതിരി വാർഷികങ്ങളോ കൺവെൻഷനുകളോ എന്ത് നടത്തിയാലും അത് ക്രിയേറ്റീവ് ആയിരിക്കണം. അതിൽ നിന്ന് പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ വരണം. പഴയ കാലത്ത് അവര് അത് കാണിച്ചു തരുന്നുണ്ട് നമുക്ക്. ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ ഈ വന്ന ബിർത്തം സേവനൊക്കെ 20th ആനിവേഴ്സറിക്ക് ആണ് അവര് അത് അംഗീകരിച്ചത്. അതേപോലെ നമ്മൾ ദൈനംദിന പുരോഗതി നമ്മൾ വ്യക്തിപരമായി പറയുന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് നമ്മൾ ഈ കൂട്ടായ്മയിലും വരേണ്ടത്. അതായത് പ്രൊഡക്റ്റീവായിട്ട് ക്രിയേറ്റീവായി നമുക്ക് എന്തെങ്കിലും കിട്ടിക്കൊണ്ടിരിക്കണം. പുതുതായി കടന്നു വരുമ്പോഴേക്കും അവർക്ക് നിലനിൽക്കണമെങ്കിൽ ഇവിടുന്ന് എന്തെങ്കിലും കിട്ടുന്നു എന്നുള്ള ഒരു തോന്നല് അല്ലെങ്കിൽ ഒരു പ്രതീക്ഷ നമുക്ക് നൽകാനായിട്ട് കഴിയണം. ഇതാണ് സർഗാത്മകമായ പ്രവർത്തനങ്ങൾ ഉദ്ദേശിക്കുന്നത്. പ്രതീക്ഷ, പുതുതായി കടന്നു വരുന്നവർക്ക് പ്രതീക്ഷ. ഇപ്പൊ ഭയപ്പെട്ടും വിറച്ചും ഒക്കെ വരുന്നത്, നേരത്തെ സുഹൃത്ത് പറഞ്ഞ മാതിരി ഭയപ്പെട്ടും, ഞാനപ്പോ അത് ആലോചിച്ചത് തന്നെയാണ്. ആ ഭയപ്പെട്ടും വിറച്ചൊക്കെ വരുമ്പോ അവിടെ ഒരു പ്രതീക്ഷയുടെ ഒരു വെളിച്ചത്തിന്റെ ഇത് നുറുങ്ങുവട്ടം കാണുകയാണ്. എന്നെ പോലെയുള്ളവര്, അതായത് എനിക്ക് ഇവിടുന്ന് രക്ഷപ്പെടാനുള്ള ഒരു കച്ചിത്തുമ്പ് ലഭിക്കും എന്നുള്ളൊരു തോന്നല്. അതാണ് വീണ്ടും വീണ്ടും അതിലേക്ക് എത്തിപ്പെടുന്നത്. വേറൊരു കണ്ടീഷനും ഇല്ല അവിടെ. മറ്റൊരാളെ കൈ പിടിച്ച് ഉയർത്താനായിട്ട് അല്ലെങ്കിൽ അവനെ ഇതിലേക്ക് നിലനിർത്താനായിട്ട് സഹായിക്കുക. നമ്മളെ മീറ്റിംഗ് ഉണ്ട് ഇന്ന സ്ഥലത്തുനിന്ന് പറയല് മാത്രമല്ല, അവരെ ഇതിന് നിലനിർത്താനായിട്ട് ഈ കൂട്ടായ്മയിൽ നിലനിർത്തി മുന്നോട്ട് പോകാനായിട്ടും കൂടി സഹായിക്കുക എന്നുള്ളതാണ് അതിനുള്ള പ്രവർത്തനങ്ങൾ. അപ്പൊ ഇത് മൂന്നും ഒന്നിച്ചു കൊണ്ടുപോകണം എന്നുള്ളതാണ് വിശ്വാസത്തിന്റെ ഒപ്പം സർഗാത്മകമായ പ്രവർത്തനങ്ങൾ. അപ്പോഴാണ് ഈ വൃത്തം അവിടെ പൂർണ്ണമാവണത്. ഈ മോചനം, ഐക്യം, സേവനം എന്നുള്ള 3 വശങ്ങളും ഒരേ അളവാണ്. അതാണ് ശ്രദ്ധിക്കേണ്ടത്. ഒരേ അളവിലുള്ള ട്രയാങ്കിള് വൃത്തം ഈ ലോകം മുഴുവനായിട്ട് നമ്മളെ തന്നെ ത്യജിക്കുന്നു. എന്റെ സ്വാർത്ഥതയിൽ നിന്നുള്ള മോചനം, അതിനുശേഷം ഞാൻ എന്നെ തന്നെ ത്യജിക്കുന്നു, മറ്റുള്ളവർക്കും ദൈവത്തിനും. ദൈവത്തിന്റെ ആ ഒരു ഹിതം നിറവേറ്റാനുള്ളതായി
അതാണല്ലോ നമ്മൾ പറയണത്. മൂന്നാം പടിയുടെ പ്രാർത്ഥനയുടെ അവസാനം എന്താ പറയണത്? മൂന്നാം പടി പ്രാർത്ഥനയുടെ അവസാനം പറയുന്നത്, ഞാൻ എപ്പോഴും അങ്ങയുടെ ഹിതം നിറവേറ്റാൻ ഇടവരട്ടെ. ഞാൻ എപ്പോഴും, എല്ലായ്പ്പോഴും, 24 hours എല്ലായ്പ്പോഴും അങ്ങയുടെ ഹിതം നിറവേറ്റാൻ ഇടവരട്ടെ എന്നാണ്. എന്റെ ഹിതമല്ല, അങ്ങയുടെ ഹിതം. ഇത് രണ്ടും കൂടിച്ചേർക്കുക എന്നുള്ളതാണ് നമ്മൾ ഇത് ചെയ്യാനുള്ളത്. എന്റെ ഹിതവും ഈ ദൈവഹിതവും എന്റെ ഹിതവും വഴി ഒന്നിച്ച് കൊണ്ടുപോകാനായിട്ട് നമുക്ക് തെറ്റുകളൊക്കെ വരാം. പക്ഷെ അത് തിരുത്തി മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. തിരുത്തും തോറും നമ്മൾ പ്യൂരിഫൈ ചെയ്യപ്പെടുന്നു, ശുദ്ധീകരിക്കപ്പെടുന്നു. തെറ്റ് സമ്മതിക്കുമ്പോൾ നമ്മൾ പരാജയപ്പെടുകയല്ല ചെയ്യണത്, നമ്മൾ കുറച്ചും കൂടി ഉയർച്ചയുള്ളവരായിട്ട് മാറുകയാണ് ചെയ്യണത്. കുറച്ചും കൂടി മെച്ചപ്പെടുന്നു. അപ്പൊ കുറച്ചും കൂടി അതന്നെയാണ്, കുറേശ്ശെ നമ്മൾ മെച്ചപ്പെടുന്നു. അതിൽ നിരാശപ്പെടേണ്ട ആവശ്യമില്ല. നമുക്കത് പറ്റണില്ല എന്നുള്ള തോന്നലോ അല്ലെങ്കിൽ അത് ശരിയാവണമെന്നില്ല തോന്നുന്നതിന് നിരാശപ്പെടല്ല. ഈ ശ്രമം വീണ്ടും ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഈ പറയുന്ന ആനന്ദവും ഈ പറഞ്ഞ സന്തോഷമൊക്കെ നമുക്ക് ലഭിക്കും. അതിലൊരു സംശയമില്ല. ഇനി ഇതിനെ തന്നെ ഈ പറഞ്ഞ സമയമായോ നമ്മുടെ സമയം കൂടി ഉണ്ട്. ഇതിനെ തന്നെ വേറൊരു രീതിയിലും കൂടിയും പറയുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു അത്ഭുതകരമായ നമ്മുടെ പുതിയ ലോകത്തിൽ, ആ വാക്കാണ് ഉപയോഗിച്ചത്, അത്ഭുതകരമായ നമ്മുടെ പുതിയ ലോകത്തിൽ. അതാണ് മദ്യത്തിന് അടിമപ്പെട്ടു പോയിരുന്ന ഒരു, അങ്ങനെ പരക്കം പാഞ്ഞിരുന്ന ഒരു അവസ്ഥയിൽ നിന്ന് വേറൊരു മദ്യമില്ലാതെ നമ്മൾ ജീവിതം ആസ്വദിച്ചു തുടങ്ങുന്നു. മറ്റു പല സംഗതികളിലും നമ്മളുടെ സ്റ്റിക്ക് ചെയ്തിട്ടുള്ള ഈ ഭ്രമങ്ങളിൽ നിന്നുള്ള സ്വാതന്ത്ര്യം. ഭ്രമങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ അതിന്റെ ഓരോന്നിന്റെ മാക്സിമം ആണല്ലോ. അതിരുവിട്ട ജന്മവാസനകൾ. നമ്മുടെ പ്രശ്നം എന്താ? അതിരുവിട്ട, 4-ാം പടിയുടെ അവിടെ പറയുന്നുണ്ട്, അതിരുവിട്ട ജന്മവാസനകൾ എന്ന വാക്കാണ് അവിടെ പറയുന്നത്. എന്തിനും, വിദ്വേഷമായിക്കോട്ടെ, കോപമായിക്കോട്ടെ, ലൈംഗികത ആയിക്കോട്ടെ, സെക്സിന്റെ കാര്യം ആയിക്കോട്ടെ, ഒക്കെയും പരിധി വിട്ടിട്ടുള്ള ആർത്തി അല്ലെങ്കിൽ പരിധി വിട്ടിട്ടുള്ള ഭ്രമം. ഇതിൽ നിന്നുള്ള സ്വാതന്ത്ര്യം നാം കണ്ടു. ഈ ത്രികോണത്തിലെ 3 വശങ്ങള് എന്റെ വ്യക്തിത്വത്തിലെ 3 തലങ്ങളെ പ്രതികരിക്കുന്നു: ശാരീരികം, വൈകാരികം, ആത്മീയം. നേരത്തെ നമ്മൾ പറഞ്ഞ ഇതില് നമ്മള് ബേസ് മോചനാണ് പറഞ്ഞു വെച്ചാൽ, ഇവിടെ അത് ആത്മീയതയാണ് അടിത്തറ. അതായത് ഇവിടെ ബേസ് ആത്മീയതയാണ്. നേരത്തെ ഞാൻ പറഞ്ഞ 4-ാം പടിയുടെ ഭാഗത്ത് തന്നെ ബിഗ് ബുക്കിൽ പറയുന്നതാണ്, നാം ആത്മീയമായ വ്യാധിയെ തരണം ചെയ്യുമ്പോൾ ശാരീരികമായും മാനസികമായും സുഖപ്പെടുന്നു. ആത്മീയമായ വ്യാധിയെ, ആത്മീയമായ രോഗാവസ്ഥകളോട് കൂടിയാണ് നമ്മൾ. 3 തലത്തിലും രോഗമുണ്ട്. ശാരീരികമായ രോഗാവസ്ഥ, ശാരീരികം, മാനസികം, ആത്മീയം. ഈ 3 തലത്തിലും രോഗാവസ്ഥയുള്ളവരാണ് നമ്മൾ. പക്ഷെ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് എന്താ? ആത്മീയമായ വ്യാധിയെ തരണം ചെയ്തപ്പോൾ ശാരീരികമായും മാനസികമായും ഞാൻ സുഖപ്പെട്ടു. അതായത് മറ്റുള്ള കുടി നിർത്തി പിന്നെയുള്ള അടുത്തു വരുന്ന ദിവസങ്ങളിൽ നമ്മൾ നഷ്ടപ്പെട്ട് പോയതിനെ പറ്റി പരക്കം പായുന്ന ഒരു ഇതുണ്ട്. അനുഭവങ്ങളിൽ നിന്ന് പറയുന്നതാണ്. എന്തൊക്കെയാ നഷ്ടപ്പെട്ടു പോയ? പണം കുറെ പോയിട്ടുണ്ടാവും, സമ്പാദ്യം, വാഹനം പോയിട്ടുണ്ടാവും, തൊഴിൽ പോയിട്ടുണ്ടാവും. അപ്പോ മദ്യം നിർത്തി കുറച്ച് ദിവസങ്ങളാകുമ്പോഴേക്കും, ചിലപ്പോ 2 ദിവസമാവും, ചിലപ്പോ 2 ആഴ്ചയാവും, എത്രയായിക്കോട്ടെ, അപ്പോഴേക്കും അവർ പരക്കം പാച്ചിലായിരിക്കും നഷ്ടപ്പെട്ടത് പോയൊക്കെ തിരിച്ചു പിടിക്കാൻ, തൊഴിലിന് വേണ്ടി, പൈസ ഉണ്ടാക്കാൻ വേണ്ടി, അങ്ങനെ ഓരോന്ന്. പക്ഷെ എന്ത് പറ്റും? പ്രാധാന്യം അതിന് കൊടുക്കുമ്പോൾ എന്ത് പറ്റും? നമ്മൾ മീറ്റിംഗിൽ നടന്നു, നമ്മൾ പതിയെ കുപ്പിയിലേക്ക് അടുക്കും. ഈ പ്രോഗ്രാമിൽ നിന്ന് നമ്മൾ അകന്നു പോകുമ്പോൾ കുപ്പിയിലേക്കാണ് അടുത്ത് പോകുന്നത്. അപ്പൊ പ്രാധാന്യം എപ്പോഴും നമ്മൾ ഈ പറഞ്ഞ ഈ സുബോധാവസ്ഥയ്ക്ക്. അതുകൊണ്ടാണ് ഈ ആത്മീയതയാണ് അടിത്തറ എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. ഈ പ്രോഗ്രാമിലേക്ക് നമ്മൾ വരണം, മീറ്റിങ്ങിന് വരണം, മറ്റുള്ളവരുടെ ഷെയറിങ് കേൾക്കണം, എന്തെങ്കിലും കിട്ടും. ഇപ്പൊ എന്തെങ്കിലും നമുക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും ഓരോ മീറ്റിങ്ങുകളിൽ പോകുമ്പോഴും. അതാണ് നമ്മുടെ ഹാർട്ട് ബീറ്റാണ്. മീറ്റിംഗ് എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ഹൃദയസ്പന്ദനമാണ്. അത് നിലച്ചു പോവാതെ, ഹൃദയസ്പന്ദനം ഇല്ലെങ്കിൽ എന്താ, നമ്മള് ഇല്ല എന്ന് പറഞ്ഞ മാതിരി തന്നെ നമ്മൾ മീറ്റിങ്ങുകളിൽ നിന്ന് അകലരുത്. അത് നമ്മുടെ ഹൃദയസ്പന്ദനാണ്. അതേപോലെ തന്നെ ഈ പറഞ്ഞ നമ്മുടെ ലിറ്ററേച്ചറുകൾ, ഈ പ്രോഗ്രാം പരിശീലനം, 12 പടികള്, ഇതൊക്കെ നമ്മുടെ ഒരു ബ്രെയിൻ എന്ന രീതിയിലാണ്. ഈ തലച്ചോറ്, അത് ആണ് നമ്മൾ ഓരോ ദിവസം വികാസം വന്നുകൊണ്ടിരിക്കുന്നത്. ആ ഒരു തരത്തിലാണ്. നമ്മളുടെ ശാരീരികം മാത്രമല്ല,
മാനസിക ആത്മീയ തലങ്ങളിലൊക്കെ ആ ഒരു വികാസം, പ്രോഗ്രസ്, നമ്മുടെ ഡിസീസിനെ നമ്മൾ പ്രോഗ്രസീവ് ഡിസീസ് എന്നാണ് പറയുക. നമ്മൾ മദ്യപിക്കാതിരിക്കുമ്പോഴും ഈ ഡിസീസ് വളരുന്നു അത്ര. പ്രോഗ്രസീവ് ഡിസീസ് എന്ന് പറയും, കുടുംബരോഗം എന്ന് പറയും, പ്രോഗ്രസീവ് ഡിസീസ് എന്ന് പറയും, വളർന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ എത്ര വർഷം നമ്മൾ കുടിക്കാതിരുന്നാലും പിന്നെ പോയി ഒരു ബഗ് അടിച്ചാൽ പോയി എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. എന്തുകൊണ്ടാ വെച്ചാൽ ആ ക്രേവിങ് അവിടെ നിലനിൽക്കുകയാണ്. അത് വീണ്ടും അതിന്റെ മാക്സിമത്തിലേക്ക് എത്തിപ്പോകുന്നു. ആ ഗ്രാഫ് ആ മൂക്കറ്റത്തിലേക്ക് കയറി പോകുന്നു. അപ്പോൾ നമ്മൾ ഈ പ്രോഗ്രാമിലുള്ളപ്പോൾ എന്തായിരിക്കണം, നമ്മൾ ഈ പറഞ്ഞ എന്തിനാണ് നമ്മുടെ പ്രോഗ്രസ് നമ്മളെ വരേണ്ടത്, നമ്മുടെ ഈ വ്യക്തിത്വത്തിൽ തന്നെ, നമ്മളെ തന്നെ വരുന്ന മാറ്റത്തിന്, നമ്മളിൽ വരുത്തുന്ന മാറ്റത്തിന് പോരായ്മകളെ നമ്മൾ ഒഴിവാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. എങ്കിലേ നമ്മൾ ഈ പറയുന്ന പ്രാർത്ഥന, പ്രശാന്ത പ്രാർത്ഥനയിൽ പറയുന്ന പ്രശാന്ത മനസ്ഥിതി, അതായത് പ്രശാന്തത നമുക്ക് ലഭിച്ചു തുടങ്ങുന്നത്, കുറേശ്ശെയായിട്ട് നമുക്ക് ലഭിച്ചു തുടങ്ങുന്നത് ഈ പറയുന്ന രീതിയിൽ ഈ പ്രോഗ്രാം പരിശീലിച്ച് പോകുമ്പോഴേ അത് നമുക്ക് കിട്ടുള്ളൂ. നമ്മൾ ചെല്ലുന്നുണ്ട് ഇല്ലേ, നമ്മൾ എല്ലാ മീറ്റിങ്ങുകളിലും എന്താ തുടങ്ങുമ്പോൾ പ്രാർത്ഥന ചൊല്ലണു, 12 പടികൾ പറയുന്നു, 12 പാരമ്പര്യങ്ങൾ പറയുന്നു, കഴിഞ്ഞു. ഇത് വീണ്ടും ആവർത്തിക്കുന്നു, ഓരോ മീറ്റിങ്ങുകളിൽ ആവർത്തിക്കുന്നു. പക്ഷെ ഇത് പറയാൻ വേണ്ടി മാത്രമുള്ളതാണോ? ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. എന്തിനാണ് ഇത് ഇങ്ങനെ ഒരു ഇത് വെച്ചേണത്? മുൻഗാമികള് പ്രാർത്ഥന ചൊല്ലുന്നു, 12 പടികൾ, ഇതൊരു ചടങ്ങ് മാതിരി നമ്മൾ ചെയ്യുന്നുണ്ട്. ഇത് നമ്മളിലുള്ള ഉറക്കണം. ഇതാണ് ഈ ആവർത്തിച്ച് ഞാൻ മദ്യാസക്തനാണെന്ന് ഈ ആവർത്തിച്ച് പറയുമ്പോൾ എൻ്റെ ഉള്ളിൽ അത് ഉറക്കണം. ഇതേപോലെ തന്നെ നമ്മൾ പ്രാർത്ഥനയും പടികളും പാരമ്പര്യങ്ങളും പറയുമ്പോൾ നമുക്കത് പരിശീലിക്കാൻ തോന്നണം, നമുക്കിത് എന്താണെന്ന് മനസ്സിലാക്കാൻ തോന്നണം. വെറുതെ വായിച്ച് തള്ളാനുള്ളതല്ല അത്. ഇതിലാണ് അത്ഭുതം നമുക്ക് സംഭവിക്കുന്നത്. അത്ഭുതകരമായ ഒരു ലോകത്ത് നമ്മൾ എത്തുന്നു. ഫോർത്ത് സ്റ്റേറ്റ് ഓഫ് എക്സിസ്റ്റൻസ് എന്നൊക്കെ പറയുന്ന ആ ഒരു രീതിയിലേക്ക് നമുക്ക്, അല്ലെങ്കിൽ ഒരു ആറാമത്തെ എന്തോ ആയിക്കോട്ടെ, നമുക്കത് ലഭിക്കില്ല എന്നുള്ളതല്ല. പക്ഷെ നമുക്കതിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കാം. പൂർണ്ണതയിലേക്ക് പാടില്ല എന്നൊന്നും എവിടെയും പറഞ്ഞിട്ടില്ല. പൂർണ്ണതയിലേക്ക് കണ്ണുകൾ ഉയർത്തണം തന്നെയാണ് പറഞ്ഞത്. 12 and 12 6th സ്റ്റെപ്പിനെ പറ്റി പറഞ്ഞവർക്ക് പറഞ്ഞത് നിങ്ങൾ കണ്ണുകൾ ഉയർത്തണം, അങ്ങോട്ട് ഉയർത്തണ്ട എന്നല്ല പറഞ്ഞത്. അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുക. ആ ശ്രമമാണ് പ്രധാനം, എത്തുവത്തില്ല എന്നുള്ളതല്ല. ഈ പ്രശാന്തതയുടെ പ്രാർത്ഥന, നമ്മള് പറയുന്ന പ്രശാന്തത, അടുത്തത് നമുക്ക് ധൈര്യം, പിന്നെ വിവേകം. ഈ പ്രശാന്ത പ്രാർത്ഥന ഞാൻ നേരത്തെ പറഞ്ഞു, അത് 12:12 ആ ഗ്രന്ഥത്തിലാണ് വരണമെന്ന് പറഞ്ഞു. ഞാൻ എന്നതിൽ നിന്ന് ഞങ്ങളിലേക്കുള്ള കൺവർഷൻ. വാസ്തവത്തിൽ ഈ പ്രാർത്ഥന നമ്മളല്ല, ഇതിനു മുമ്പ് 1800കളിലോ മറ്റോ പലരും ഉപയോഗിക്കുന്നുണ്ട്. അത് ഒരു നീൽ ബോർ, അതിന്റെ പേര് അങ്ങനെയാണെന്ന് എന്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിലാണ്. നീൽ ബോർ എന്ന് പറഞ്ഞ ഒരു ക്രിസ്ത്യൻ ഫിലോസഫർ, അദ്ദേഹമാണ് ഒരു മിഷണറി പ്രവർത്തന, അദ്ദേഹമാണ് ഈ പ്രാർത്ഥന എഴുതിയത് 1800കളിൽ. നീൽ ബോർ എന്ന് പറഞ്ഞിട്ടുള്ള 1800കളിൽ. അതിനുശേഷം പലരും ഇത് ഉപയോഗിച്ചിട്ടുണ്ട്, പ്രശാന്ത പ്രാർത്ഥന. പിന്നീടാണ് നമ്മുടെ ഏരിയയിലേക്ക് അതൊരു അംഗം കാണുകയും, എങ്ങനെയോ ഒരു യാദൃശ്ചികമായ ഒരു പത്രത്തില് ഒരു ചരമ പേജില് അമ്മയുടെ മരണത്തില് മക്കള് കൊടുത്തിട്ടുള്ള വാചകത്തില് ഈ ഒരു പ്രാർത്ഥന ഉണ്ടായിരുന്നു. അത് കണ്ടിട്ട് അദ്ദേഹം ഇത് കൊണ്ടുവരികയും അത് അന്ന് അത് കൂട്ടായ്മ ചർച്ച ചെയ്ത് നമ്മുടെ പ്രശാന്ത പ്രാർത്ഥനയായിട്ട് നമ്മൾ അത് സ്വീകരിക്കുകയുണ്ടായത്. മറ്റു പലയിടത്തും ഇത് ഉപയോഗിക്കുന്നുണ്ട്, നമുക്ക് കാണാതെ. ചിലപ്പോൾ ചില ഹോസ്പിറ്റലിലൊക്കെ ചിലപ്പോൾ അത് എഴുതി വെച്ചാൽ കാണാം. പക്ഷെ വളരെ അർത്ഥവത്തായ, അത്രയും കാമ്പുള്ള ഒരു പ്രാർത്ഥനയാണത്. അപ്പൊ ഇങ്ങനെയാണ് ഇത് രൂപപ്പെടുത്തി നമ്മുടെ മുൻഗാമികൾ വെച്ചിട്ടുള്ളത്. ഇത് ശരിക്കും ഒരു റിക്കവറി, ആ ഒരു രോഗശമനം, നമ്മളിലുള്ള ആ ഓരോന്നും തീവ്രമായി നിൽക്കുന്ന അതിരുവിട്ട ജന്മവാസനകൾ, ഈ അതിരുവിട്ട് കിടക്കുന്നതിനെ നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവരിക, അതിന് ശമനത്തിലേക്ക് കൊണ്ടുവരിക. ഈ രോഗശമനം എന്ന് പറയുന്നത് ഈ രോഗം നമ്മളിൽ തന്നെ നിലനിൽക്കുന്നു, നമ്മുടെ ഉള്ളിലാണ്, പുറത്തല്ല. ഇതിനെ നമ്മൾ തന്നെ പ്രയത്നിച്ചുകൊണ്ട് ഇതിന് ശമനം അല്ലെങ്കിൽ കുറവ് വരുത്തണം. തീർച്ചയായിട്ടും നമ്മൾ ശ്രമിക്കുമ്പോൾ ദൈവസഹായം നമുക്ക് ലഭിക്കും. ഇത് നമുക്ക് അറിയാൻ പറ്റും, നമുക്ക് ആ സഹായം ലഭിച്ചുകൊണ്ടിരിക്കും, ഒരു സംശയമില്ല അതില്. എങ്ങനെയാണ് ഇത് വ്യത്യാസം വരണത് എന്നുള്ളതൊക്കെ നമ്മൾക്ക് തന്നെ ഇത് അത്ഭുതം തോന്നും. എന്താ വെച്ചാൽ നമ്മൾ ശ്രമിക്കുമ്പോൾ, നമ്മള് ഒരു ചൊല്ലുണ്ടല്ലോ, ഒരടി ദൈവത്തിലേക്ക് വെക്കുമ്പോൾ അദ്ദേഹം അവിടുന്ന് ഒരു 10 അടി വെക്കുന്നുള്ളൊരു വാക്കൊക്കെ കേട്ടിട്ടുണ്ടാവും.
അതേപോലെ നമ്മൾ ശ്രമിച്ചാൽ ഈ മദ്യത്തിൽ നിന്ന് മാറി നിൽക്കാനായിട്ട് നമ്മൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. അത് സംഭവിക്കുന്നു. അതിൽ മുന്നോട്ട് പോകുന്നു. ഒപ്പം എന്നിട്ടും എന്താ നമുക്കൊരു സ്വസ്ഥത കിട്ടുന്നില്ല. മദ്യപാനം നിർത്തിയിട്ട് എനിക്ക് എന്തോ ഒരു സുഖം കിട്ടുന്നില്ല, സ്വസ്ഥതകളില്ല. പലരും പറഞ്ഞു കേൾക്കാം, ഡ്രൈ ഡ്രങ്ക് സ്റ്റേജ്, കുടിക്കാത്ത കുടിയൻ അല്ലെങ്കിൽ വരണ്ട കുടിയൻ. എന്റെ പ്രശ്നങ്ങളൊന്നും സോൾവ് ആവുന്നില്ല. പ്രശ്നങ്ങൾ എന്താ സോൾവ് ആവാത്തത്? പ്രശ്നങ്ങൾ എന്റെ ഉള്ളിലാണ്. അത് സോൾവ് ആക്കാനായിട്ട് ഞാൻ ശ്രമിക്കണം. പുറമേ അല്ല എന്റെ പ്രശ്നങ്ങൾ. ഇത് ഞാനും തന്നെ ശ്രമിക്കണം. ഞാൻ ശ്രമിച്ചാൽ എനിക്ക് തീർച്ചയായിട്ടും ദൈവസഹായം കിട്ടും. അതിന് ഞാൻ ഏതറ്റം വരെ പോവാനും തയ്യാറാവണം. അതല്ലേ, സുബോധാവസ്ഥയ്ക്ക് വേണ്ടി ഏതറ്റം വരെ പോവാനും ഞാൻ തയ്യാറാവണം. അപ്പോഴാണ് നമ്മുടെ മുൻഗാമികൾ പറഞ്ഞ വെച്ച മാതിരി, ഞങ്ങളുടെ പാത പിന്തുടരുന്നവൻ പരാജയപ്പെടുക വളരെ വിരളമാണ്. ആ പാതയാണ് നമുക്ക് ഈ കാണിച്ചു തരുന്നത്. ഈ മോചനം, ഐക്യനം, സേവനം, ഇതിലൂടെ ഇതാണ് ആ പാത. ഞങ്ങളുടെ പാത എന്ന് പറയുന്നത് മോചനത്തിലൂടെ ഐക്യപ്പെട്ട് സേവനത്തിലേക്ക്. അതിനാദ്യം ബേസ് മോചനം നമ്മൾ ശരിയാക്കണം. മോചനം ശരിയാകാനായിട്ട് 12 പടി പരിശീലിക്കണം. ദെൻ അവിടുന്ന് നേരെ സേവനത്തിലേക്ക് അല്ല ചാടേണ്ടത്, നേരെ ഐക്യത്തിലേക്ക് പോകണം. ഐക്യം പരിശീലിക്കുക, 12 പാരമ്പര്യങ്ങൾ. അവിടുന്ന് നമ്മൾ സേവനത്തിലേക്ക് കടക്കുന്നു. അപ്പൊ അതിനൊരു ക്ലാരിറ്റി ഉണ്ടാവും. ആ സർവീസ് മറ്റുള്ളവന് കൊടുക്കണേല് ഈ മെസ്സേജ്, ക്യാരി ചെയ്ത മെസ്സേജ് എന്ന് പറഞ്ഞാൽ സന്ദേശവാഹകനായിരിക്കണം ഞാൻ കൊടുക്കുന്ന സന്ദേശം അത് പരമാവധി മറ്റുള്ളവർക്ക് കൊടുക്കുന്നത് ശുദ്ധി ഉണ്ടാവാനായിട്ട് ഞാൻ ശ്രമിക്കണം. എന്നിലില്ലാത്ത ഒന്ന് മറ്റുള്ളവന് കൊടുക്കാനായിട്ട് പറ്റില്ല, അല്ലെ? നിങ്ങളിലില്ലാത്ത ഒന്ന് നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റില്ല. എന്നിൽ എന്താ ഉള്ളത്? എന്നിൽ അശുദ്ധിയാണെങ്കിൽ, അല്ലെങ്കിൽ എന്റെ കയ്യിൽ പണം ഉണ്ടെങ്കിലല്ലേ, എനിക്ക് 10 രൂപ ഉണ്ടെങ്കിലല്ലേ വേറെ ആൾ കൊടുക്കാൻ പറ്റുള്ളൂ. എന്റെ പോക്കറ്റിൽ ഒന്നും എനിക്ക് കൊടുക്കാൻ പറ്റില്ല. അതുപോലെ എന്നിൽ എന്താണോ ഉള്ളത്, ഞാൻ ഉള്ളിൽ ദുഷിച്ചതാണ് എന്റെ ഉള്ളിൽ കിടക്കണ വെച്ചാ, അസൂയാണ്, കുനിട്ടാണ്, പരദൂഷണാണ് എന്റെ ഉള്ളിൽ കിടക്കണ വെച്ചാ, ഇതായിരിക്കും ഞാൻ മറ്റൊരുത്തിന് കൊടുക്കുന്നത്. ഇതായിരിക്കും മറ്റൊരുത്തൻ കാണുന്നത്. പുതുതായി കടന്നവര് വരണവര് നിൽക്കണമെങ്കിൽ ഇവിടെ ആ സൗരഭ്യം ഉണ്ടാവണം. ഇവിടെ ആ ഒരു ശുദ്ധി അവർക്ക് ഫീൽ ചെയ്യണം. അപ്പൊ ആ കൊടുക്കുന്നത്, ആ സന്ദേശം നമ്മൾ പരമാവധി ആ ഒരു ശുദ്ധിയോടുകൂടി നമുക്ക് കൊടുക്കാൻ പറ്റണം. അതിന് നമ്മൾ സ്വയം പരിശീലിക്കണം. ഇപ്പൊ അധ്യാപകർക്ക്, നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന അധ്യാപകർക്ക് എന്താ, B.Ed വേണം അല്ലെങ്കിൽ മറ്റേത് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ ക്വാളിഫിക്കേഷൻ വെച്ചെന്ന് വെച്ചാൽ അവരത് പഠിച്ചു വന്നവരായിരിക്കണം. എങ്കിലേ കുട്ടികളെ പഠിപ്പിക്കാൻ യോഗ്യരാവണം എന്നുള്ളതാണ്. അതാ ഓരോ ഇതിനും ഉണ്ടല്ലോ അതുപോലെ. പക്ഷെ ഇവിടെ അങ്ങനെ നമുക്ക് സർട്ടിഫിക്കറ്റോ കാര്യങ്ങളൊന്നും ഇല്ല. സ്വയം നമ്മൾ പരിശീലിക്കുകയാണ് ചെയ്യണത്. സ്വയം നമ്മൾ പരിശീലിച്ച് നമ്മളത് മറ്റുള്ളവർക്ക് ആ ഒരു ശുദ്ധിയിൽ നമുക്ക് കൊടുക്കാനായിട്ട് പറ്റണം. അപ്പൊ നമ്മൾ ആ സന്ദേശം അതൊക്കെ നമുക്കും ഒരു എന്താ പറയാ, ഒരു സാർത്ഥകമായി എന്റെ ആ പ്രവൃത്തി അല്ലെ എന്റെ ആ ജീവിതം സാർത്ഥകമായി എന്ന് നമുക്ക് തോന്നുന്നത്. ഇതാണ് അപ്പോ ഈ പറഞ്ഞ പാത, നമ്മുടെ മോചനത്തിലൂടെ ഐക്യപ്പെട്ട് സേവനത്തിലേക്ക്. അപ്പൊ ആ സേവനത്തിന് നമ്മൾ കൊടുക്കുന്ന ക്യാരി ദ മെസ്സേജ്, അത് ആ ബേസിക് സർവീസ്, ഫെലോഷിപ്പിന്റെ നമ്മൾ കൊടുക്കുന്ന ബേസിക് സർവീസ് എന്ന് പറയുന്നത്, ഇറ്റ് ഈസ് അവർ പ്രിൻസിപ്പൽ എയിം ആൻഡ് ദ മെയിൻ റീസൺ ഫോർ അവർ എക്സിസ്റ്റൻസ്. നമ്മുടെ നിലനിൽപ്പിന്റെ അടിസ്ഥാനം അതാണ്. ഈ 12ാമത്തെ പടി നമ്മുടെ പ്രവർത്തനം മറ്റുള്ളവർക്ക് സേവനം അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് സന്ദേശം കൊടുക്കുക എന്നുള്ളത് നമ്മുടെ നിലനിൽപ്പിന് തന്നെ അടിസ്ഥാനം അതാണ്. പിന്നെ പറയണു, ഇതൊരു സെറ്റ് ഓഫ് പ്രിൻസിപ്പിൾ അല്ല. ആൽക്കഹോളിസ് ഈസ് മോർ ദാൻ എ സെറ്റ് ഓഫ് പ്രിൻസിപ്പിൾ. അതിനേക്കാൾ ഉപരിയാണ് ഒരു പ്രിൻസിപ്പിളിന്റെ, അല്ലെങ്കിൽ A എന്ന് പറയുന്നത് അത് മാത്രമല്ല, റിക്കവേർഡ് ആൽക്കഹോളിക്സ് ഇൻ ആക്ഷൻ എന്ന് പറയുന്നത്. ഇതിൽ നിന്ന് മോചനം ലഭിച്ച ആൽക്കഹോളിക്സിന്റെ പ്രവർത്തനം ഇതാണ് മാജിക് എന്ന് പറയുന്നു. ആക്ഷൻ ഈസ് ദ മാജിക്. വാക്കുകളൊക്കെ അതിസുന്ദരാണ് അവർ പ്രയോഗിച്ചിട്ടുള്ള, നമ്മുടെ മുൻഗാമികളുടെ വാക്കുകൾ അതിസുന്ദരമായിട്ടാണ് അത് പ്രയോജനം. മാജിക്, എന്താ മാജിക്? നമുക്ക് ഇതിന് മോചനത്തിനുള്ള മാജിക് എന്ന് പറയുന്നത് പ്രവർത്തനം തന്നെ. നമുക്കത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കണം. നമ്മളെ ഈ ആൽക്കഹോളിസത്തിനെ വേറൊരു രൂപത്തിൽ പറയും, ഏകാന്തതയുടെ രോഗം കൂടി പറയും, ലോൺലെസ്. നമ്മൾ കേട്ടിട്ടുണ്ടാവും ഹാൾട്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അതിലൊന്നാണ് ഈ പറഞ്ഞ ലോൺലെസ്, ഏകാന്തതയുടെ യോഗം. പലപ്പോഴും അങ്ങനെ ആയിരിക്കും നമ്മൾ മദ്യപാനത്തിന്റെ അവസാന